2 കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത് ഒരു ആശ്വാസത്തിൻ്റെ ലേഖനമാണ് എന്നറിയണം. വചനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. തുടർന്നുള്ള ചിന്തകളെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വിശദീകരിച്ച് തരാനിടയാകട്ടെ. 1 കൊരിന്ത്യ ലേഖനം തല്ലുന്ന ലേഖനമാണ്. 2 കൊരിന്ത്യ ലേഖനം തലോടുന്ന ലേഖനമാണ് എന്നറിയണം. 1 കൊരിന്ത്യ ലേഖനം ആത്മീയ മൂല്യച്യുതിക്കെതിരെയുള്ള പൗലോസിൻ്റെ തുറന്നു പറച്ചിലാണ്. വാക്കുകൊണ്ട് ചാട്ടവാറുണ്ടാക്കി ആഞ്ഞാഞ്ഞടിക്കുന്ന ഒരു ലേഖനമാണ് 1 കൊരിന്ത്യ ലേഖനം. സഭയുടെ ഭിന്നതയ്ക്കെതിരെ, സഭയുടെ പിണക്കങ്ങൾക്കെതിരെ, സഭയുടെ ദുർനടപ്പിനെതിരെ, സഭയുടെ വ്യവഹാര ക്രിയകൾക്കെതിരെയൊക്കെയായി പൗലോസ് ശക്തമായി പ്രതികരിക്കുന്ന അധ്യായങ്ങളാണ് 1 കൊരിന്ത്യ ലേഖനം. 16 അധ്യായങ്ങൾ. കൃപാവരങ്ങൾ വികലമായി ഉപയോഗിക്കുന്ന കൊരിന്ത്യ സഭയ്ക്കെതിരെയുള്ള പൗലോസിൻ്റെ നിർദ്ദേശങ്ങൾ. മരണത്തിനപ്പുറം യാതൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരെ കണക്കിന് കൈകാര്യം ചെയ്യുകയെ 15 അധ്യായം എന്ന് പറയുന്നത്. സാമ്പത്തികത്തിൽ ദുർവിനിയോഗം നടത്തുന്നവരെ നന്നായി പ്രബോധിപ്പിക്കുകയെ 16 അധ്യായം. നിങ്ങളിൽ ദരിദ്രരായവരെ നിങ്ങൾ സഹായിക്കണമെന്നുള്ള ധർമ്മശേഖരത്തിൻ്റെ വിശദാംശങ്ങൾ 16 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മീകനെന്ന് അവകാശപ്പെടുമ്പോഴും സ്നേഹം തൊട്ടു തേച്ചിട്ടില്ലാത്ത നിരവധി ആളുകൾ കൊരിന്ത് സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് മനോഹരമായ സങ്കീർത്തനം എഴുതുന്നു. ദാവീദിൻ്റെ ഇടയ സങ്കീർത്തനം പോലെ തന്നെ പ്രസിദ്ധമാണ് പൗലോസിൻ്റെ സങ്കീർത്തനം. പൗലോസിൻ്റെ സങ്കീർത്തനം ഏതാ? സ്നേഹ സങ്കീർത്തനം. അതാണ് 1 കൊരിന്ത്യർ 13 അധ്യായം. മറക്കരുത്. പൗലോസ് ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഏതാണത്? 1 കൊരിന്ത്യർ 13 എന്ന് തൻ്റെ ഇടമായി പറയാം. കാരണം സ്നേഹം എന്ന വിഷയത്തെ ആധികാരികമായി പ്രതിപാദിച്ചുകൊണ്ട് പ്രധാന പ്രമേയമാക്കിക്കൊണ്ടുള്ള അനുഗ്രഹീതമായൊരു സങ്കീർത്തനമാണ് 1 കൊരിന്ത്യ ലേഖനം 13 അധ്യായം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കുറേയേറെ താക്കീതുകൾ, ശകാരങ്ങൾ, തർജ്ജനങ്ങൾ ഒക്കെ മുഖം നോക്കാതെ ദാക്ഷിണ്യമില്ലാതെ പൗലോസ് ചെയ്യുന്നു 1 കൊരിന്ത്യ ലേഖനം. ആ ലേഖനം കിട്ടി വായിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നൊമ്പരമായി തീർന്ന അദ്ദേഹത്തിൻ്റെ ആ കണക്കറ്റ ശകാരത്തിൻ്റെ മുൻപിൽ വേദനയോടിരിക്കുന്ന ആ സഭയെ പെട്ടെന്ന് ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി എഴുതിയ, അധികം വൈകാതെ എഴുതിയതായിരിക്കുന്ന മനോഹരമായ ലേഖനമാണ് 2-ാം ലേഖനമെന്ന് പറയുന്നത്. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തല്ലാൻ മാത്രമല്ല, പിന്നെ തലോടാനും കൂടെ അറിയാം. ചിലർക്ക് തല്ലാനുള്ള കൃപയുള്ളൂ, തലോടാനുള്ള കൃപയില്ല. അത് പൗലോസ് നമുക്ക് തരുന്നൊരു പാറ്റേണാണ്. തല്ലണം, നന്നായി ശകാരിക്കണം, തർജ്ജനം ചെയ്യണം. ദുഷിച്ച നടപടികൾക്കെതിരെ, ഭക്തികേടിനും പ്രപഞ്ചമോഹങ്ങൾക്കുമെതിരെ നന്നായി വിമർശനങ്ങൾ ഉണ്ടാക്കണം. മുഖത്ത് നോക്കി കാര്യം പറയണം. വെറുതെ അങ്ങും ഇങ്ങും നടന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ പോരാ. തെറ്റ് ചെയ്യുന്നവൻ്റെ മുഖത്ത് നോക്കി ശകാരിക്കാൻ കഴിയണം. നിങ്ങളിലൊരുവൻ ദുർനടപ്പുകാരനാകുന്നു, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കണം. തുറന്നു പറയുകയാണ്. നിങ്ങൾ വ്യവഹാരത്തിന് ഏർപ്പെടുന്നത് അഭംഗിയാണ്. ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ദൂതന്മാരെ പോലും വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ലോക കോടതിയിലേക്ക് പോകുന്നത് ലജ്ജയ്ക്ക് അല്ലേ എന്ന് ചോദിക്കാനുള്ള ആ തൻ്റെ ഇടം, ആ നെഞ്ചുറപ്പ് പൗലോസ് കാണിക്കുന്നു. അങ്ങനെ ശകാരിക്കാനും തർജ്ജനം ചെയ്യാനും താക്കീത്, വേണമെങ്കിൽ 2 തല്ല് കൊടുക്കാനൊക്കെ പൗലോസിന് അവകാശമുണ്ട്. കാരണം ജീവിതത്തിൽ പിഴവില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിൽ വന്ന പിഴവ് എല്ലാവരും കേൾക്കെ അന്ത്യോക്യ സഭയിലെ മാസ്യോഗം കഴിഞ്ഞ് മാറ്റി അങ്ങോട്ട് നിർത്തി ഫയർ ചെയ്യുന്നത് വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ സത്യമനുസരിച്ച് ചൊവ്വായി 5-6 അല്ല, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 12, 13, 14 വാക്യങ്ങളിൽ പൗലോസ് ഈ പത്രോസിനെ ശകാരിക്കുക. 1-ാമത്തെ പോപ്പാണ്, അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠതയുള്ളവന്. പക്ഷേ അനാത്മികതയുടെ നിലപാടിലേക്ക് പത്രോസ് മാറുമ്പോൾ അദ്ദേഹത്തെ ശകാരിക്കാൻ പൗലോസ് തയ്യാറാകുന്നു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശകാരം എന്ന് പറയുന്നത് ഭക്തികേടിനും പ്രപഞ്ചമോഹത്തിനുമെതിരെയുള്ള തർജ്ജനങ്ങൾ അനിവാര്യമാണ്. പക്ഷേ അത് അനുഭവിച്ച വ്യക്തി മൂടിപ്പോകാതിരിക്കേണ്ടതിന്, നേടേണ്ടതിന് ഉടനെ തന്നെ അദ്ദേഹത്തെ തലോടുകയും ചെയ്യണം. അതാണ് അതിൻ്റെ വസ്തുത. അമ്മയുടെ തല്ലുകൊണ്ടിട്ട് കുഞ്ഞ് കരയുന്നത് അമ്മയെന്ന് നിലവിളിച്ച, മനസ്സിലായോ? അമ്മയുടെ തല്ല് വാങ്ങിച്ചിട്ട് അമ്മയെന്നും പറഞ്ഞ് കരയുന്ന കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ആശ്വസിപ്പിച്ച് അവസാനം അമ്മയും കൂടെ കരയുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോഴാണ് ആ കുഞ്ഞിന് ബോധവൽക്കരണം ഉണ്ടാകുന്നത്. അപ്പൻ അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. തല്ലും കൊണ്ട് കരയുന്ന കൊച്ചിൻ്റെ അരികിലോട്ട് പിന്നെയും ചെന്ന് എന്നിട്ട് മിണ്ടരുത്, ഇവിടെ ശബ്ദം കേൾക്കരുത് ആരുടെയും എന്നും കൂടെ പറയുമ്പോഴത്തേക്ക് കരയാനുള്ള ആ ആരോഗ്യം കൂടെ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോകും. അതാണ് അപ്പൻ എന്ന ജീവി. പക്ഷേ അമ്മ അങ്ങനെയല്ല. തല്ല് കൊടുത്തിട്ട് കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിൻ്റെ കൂടിരുന്ന് കരയുക, ചേർത്ത് നിർത്തി കരയുക, താൻ തന്നെ തല്ലിയ ഇടത്തെ താൻ തന്നെ തലോടുക. ഇതാണ് അമ്മയുടെ. അതുകൊണ്ടാണ്
പൗലോസ് വളരെ വിദഗ്ധമായി പറയുന്നൊരു കാര്യം, സഭാലേഖനങ്ങളിലെല്ലാം കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പാസ്റ്റർമാർക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളുണ്ട്, ഇടയ ലേഖനങ്ങൾ, വൈദിക ലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്. അതിനകത്ത് കൃപയും സമാധാനം എന്നുള്ള രണ്ട് പദങ്ങളുടെ ഇടയിൽ വേറെണ്ണം തിരുകുന്നുണ്ട്, കനിവ്. കനിവെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതൃതുല്യമായി പരിഗണനയാണ്. പൊറുക്കുക, വഹിക്കുക, താങ്ങുക, അവരെ എല്ലാം മറന്ന് അവരെ ഉൾക്കൊള്ളുക, അവരോടൊപ്പം നിൽക്കുക, അവരെ നെഞ്ചകത്തോട്ട് ചേർത്ത് നിൽക്കുക, കോരി അണയ്ക്കുക. ഇതൊക്കെയാണ് ഈ കനിവ് എന്ന പ്രയോഗത്തിൻ്റെ. മേഴ്സി എന്നാണ് അതിനെ ആംഗലേ ബൈബിൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ മേഴ്സി എന്ന് പറയുമ്പോൾ കരുണയാണ്. അതിനും അപ്പുറമുള്ളൊരു വികാരമാണ് ഈ കനിവ്. അതിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അർത്ഥം മാതൃതുല്യമായ പരിഗണന. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം മാതൃതുല്യമായ പരിഗണന ഉണ്ടായിരുന്നു തൻ്റെ ഇടവകയോട്, തൻ്റെ സഹപ്രവർത്തകരോട്. അതുകൊണ്ട് തന്നെ ജാതി മത വർണ്ണ വർഗങ്ങൾക്കെല്ലാം അതീതമായി നിന്നുകൊണ്ട് എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നായി കാണാനുള്ള തികഞ്ഞ മനസ്സിന് ഉടമയാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ കനിവെന്ന് പറയുന്നത് അപാരമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വഴി വിട്ടുപോകരുത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ തർജ്ജനങ്ങളുടെ ഒരു വലിപ്പമാണ് കാണുന്നതെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ ആശ്വാസത്തിൻ്റെ, തലോടലിൻ്റെ, തഴുകലിൻ്റെ അനുഭവമാണ് കാണാൻ കഴിയുക. ശ്രദ്ധിക്കണം, നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് നോക്കണം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം ആദ്യത്തെ 10 വാക്യങ്ങൾക്കകത്ത് 10 പ്രാവശ്യം ആശ്വാസം എന്ന പദം തന്നെ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ 10 പ്രാവശ്യം, 10 വാക്യങ്ങൾക്കകത്ത് 10 പ്രാവശ്യം ആശ്വാസം, ആശ്വാസം, ആശ്വാസം എന്ന് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആശ്വാസം കൊടുക്കുന്നവരും കൂടെ ആകണം എന്നുള്ളത്. സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാനിപ്പം വിശാലമായിട്ട് ആ വിവരങ്ങളെ പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളണം. ആരെയും ദ്രോഹിക്കുന്നവരും, ആരെയും അധിക്ഷേപിക്കുന്നവരും, അപഹസിക്കുന്നവരും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു നോട്ടമില്ലായ്മ കൊണ്ടോ ഒന്നും ആരെയും അന്യപ്പെടുത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ കഴിയണം. ആ ചേർത്ത് നിർത്തുന്ന മനോഭാവത്തിനകത്ത് നിറം നോക്കണ്ട, കുലം നോക്കണ്ട, വർഗം നോക്കണ്ട, വർണ്ണം നോക്കണ്ട, തറവാടിത്വം നോക്കണ്ട, സാമ്പത്തികത്തിൻ്റെ ഉച്ചനീചത്വങ്ങൾ നോക്കണ്ട, ജോലിയുടെയോ ശമ്പളത്തിൻ്റെയോ വലിപ്പച്ചെറുപ്പം നോക്കണ്ട. ഒറ്റ കാര്യം നോക്കിയാൽ മതി, എന്നെ കഴുകി അതേ രക്തമാണ് അവനെ കഴുകിയിരിക്കുന്നത്. ആ ഒരൊറ്റ ചിന്താഗതിയിലേക്ക് നമുക്ക് വരാൻ കഴിയണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, സഹോദരൻ, സഹോദരി. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? അഡൽഫോസ് എന്നൊരു ഗ്രീക്ക് വേർഡാണ് അതിന് ഉപയോഗിക്കുക. അഡൽഫോസ്. ആ അഡൽഫോസ് എന്ന പദത്തിൻ്റെ തനിമയാർന്ന അർത്ഥവിന്യാസം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശുശ്രൂഷിച്ച ഒരു അനുഗ്രഹീത മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. ബാക്കി ആരെങ്കിലുമൊക്കെ അങ്ങനെ കാണാൻ പറ്റുമോ നമുക്കറിയില്ല. അഡൽഫോസ്, അഡൽഫോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഒരാളിനെ നിങ്ങൾ സഹോദര, സഹോദരി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അഡൽഫോസ് എന്നാണ് അർത്ഥമാക്കുന്നത്. അഡൽഫോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ രൂപപ്പെട്ട അതേ ഉദരത്തിൽ, അതേ ഗർഭപാത്രത്തിൽ എനിക്ക് മുൻപോ എനിക്ക് ശേഷമോ രൂപപ്പെട്ട വ്യക്തി, അതാണ് അഡൽഫോസ്. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ രൂപപ്പെട്ടൊരു ഗർഭപാത്രമുണ്ടല്ലോ, 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ഞാൻ സ്വസ്ഥമായി സ്വൈര്യമായി ശാന്തമായി അങ്ങനെ കിടന്നുറങ്ങി അതിനകത്ത് കിടന്ന് കളിച്ചു. എനിക്ക് വേണ്ടുന്ന പ്രാണവായു, ഔഷധങ്ങൾ, എനിക്ക് വേണ്ടുന്ന ഭക്ഷണം, എനിക്ക് വേണ്ടുന്ന എല്ലാ പോഷകമൂല്യങ്ങളും എനിക്ക് നൽകിത്തന്നൊരു മുറിയിലായിരുന്നു ഞാൻ. അതെൻ്റെ അമ്മയുടെ ഉദരമാണ്. ആ ഉദരത്തിൽ എനിക്ക് മുൻപ്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വന്ന ശേഷം, എനിക്ക് ശേഷമായി അതിൽ തന്നെ രൂപപ്പെട്ട വ്യക്തി എന്ന അർത്ഥമാണ് നമ്മൾ സഹോദര എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതതിൻ്റെ തനിമയോടെ ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശകാരങ്ങൾ എത്രമാത്രം സ്വീകാര്യമാണോ അതുപോലെ തന്നെ സ്വീകാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മകമായ പ്രബോധനങ്ങളുടെ എല്ലാം മുൻപിൽ അദ്ദേഹം പറയുന്നുണ്ട്, സഹോദരന്മാരെ, ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, സഹോദരന്മാരെ, പ്രിയരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തൻ്റെ ആ പ്രബോധനങ്ങൾ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. ഓക്കെ, ഞാൻ നിർത്തുകയാണ് അതിൻ്റെ മുഖവരയുടെ ഭാഗങ്ങൾ. അപ്പോൾ 2 കൊരിന്ത്യർ ലേഖനങ്ങളെ, കൊരിന്ത്യർക്ക് 2 ലേഖനങ്ങളുണ്ട്. അതിൽ 1-ാം ലേഖനം തല്ലുന്ന ലേഖനമാണെങ്കിൽ 2-ാം ലേഖനം തലോടുന്ന ലേഖനമാണ്. രണ്ടിൻ്റെയും വ്യത്യസ്തതകളും വ്യതിരക്തതകളും നാം ആഴത്തിൽ പഠിച്ചിരിക്കണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് ആ ലേഖനങ്ങളിലേക്ക് വരേണ്ടതിനായി
ഞാൻ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വാക്യത്തിലേക്ക് വരികയാണ്. 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ സഭയുടെ അനുഗ്രഹീതമായ ഭാവി പ്രത്യാശ വ്യക്തമാക്കുന്ന ഉജ്ജ്വലമായ ലേഖനമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ പ്രസംഗം പുനരാഗമനത്തിൻ്റെ ചിന്തകളായിരുന്നു ഞാൻ നൽകി തന്നത്. പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അവയെ ഓർത്തിരിക്കുകയും കൂടെ അവയെ ധ്യാനിക്കുകയും അവയെ വിശാലമായി കണ്ടെത്തുവാനും കഴിയണം. ഒരു പ്രസംഗകൻ അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കകത്ത് താനെടുത്ത വിഷയത്തിൻ്റെ പൂർത്തീകരണം വരുത്താൻ കഴിയുന്നില്ലായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെയാണ് എല്ലാ പ്രസംഗങ്ങളും അവസാനിക്കുക. പ്രസംഗം അങ്ങനെ മൊത്തത്തിൽ തീർക്കാൻ ആർക്കും പറ്റില്ല. സമയത്തിൻ്റെ പരിമിതിക്കകത്ത് സംക്ഷിപ്തമാക്കാനേ പറ്റൂ, വ്യാപകമാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾ തന്നെ 2-3-4 ദിവസം നിന്ന് പ്രസംഗിക്കുമ്പോഴേ ഏകദേശം അതിൻ്റെ സമഗ്രമായ ഒരു അന്വേഷണത്തിലെത്താൻ പറ്റൂ. അല്ലാത്തതെല്ലാം അവലോകനങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഈ പ്രസംഗത്തെ ഉള്ളിൽ കരുതുന്ന വ്യക്തികൾ അതിനെ പ്രാർത്ഥനയോടെ പഠിക്കുമ്പോൾ ദൈവാത്മാവെന്ന നല്ല അധ്യാപകൻ നിങ്ങൾക്കതിൻ്റെ പൊരുൾ തിരിച്ചു തരാനിടയാകും. ഞാൻ പറഞ്ഞത് അംഗീകരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാർത്തല ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം തരുന്ന, മനസ്സിന് ആനന്ദം തരുന്ന ഒരിടപാട് വാട്സപ്പും യൂട്യൂബും ഇൻ്റർനെറ്റും ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാം ഒന്നുമല്ല. പകരം വചനവുമായിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണം. അതെന്നെ സുഖമാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അത് ആസ്വദിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ പൗലോസ് 2 കാര്യങ്ങളെ പറയുന്നു. നമ്മുടെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് ക്രിസ്തുവെന്ന ഏക പുരുഷനാണ്. ഏക പുരുഷൻ. ആ ഏക പുരുഷനോടുള്ള നമ്മുടെ ഏകാഗ്രത എന്നെ ചിന്തിപ്പിച്ച് അനുഗ്രഹീതമായൊരു പ്രമേയമാണ്. അത് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചിന്തയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏകപുരുഷൻ. ആരാണ് ഏകപുരുഷൻ? ക്രിസ്തുവാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ക്രിസ്തുവിനെ ഏകപുരുഷനായി നമ്മൾ കാണുക യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ശക്തമായ തിളക്കമാണ് ആ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വിവാഹമെന്നൊക്കെ പറയുന്നത്, വിവാഹ നിശ്ചയമെന്നൊക്കെ പറയുന്നത് കാവ്യാത്മകമായി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ ആത്മബന്ധത്തിൻ്റെ അനുഭവത്തെ, പരസ്പരമുള്ള സുതാര്യമായ, സുദൃഢമായ, സുശക്തമായ, സംശുദ്ധമായ ബന്ധത്തിൻ്റെ ഊഷ്മളത അറിയാൻ വേണ്ടി, ബന്ധത്തിൻ്റെ ആധികാരികത അറിയാൻ ഈ വിവാഹമെന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു ഓഡിറ്റോറിയം എടുത്ത് അതിനകത്ത് പാട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ വന്നിട്ട് പിന്നെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഐസ്ക്രീം, അത് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുള്ളൊരു ഇടപാടൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുമെന്നൊക്കെ മനപ്പായസം കൊണ്ടൊന്നും ഇരിക്കരുത്. ഇവിടെ വിവാഹമെന്നൊക്കെ പറയുന്നത് ദൈവശാസ്ത്രപരമായ ആത്മീയ ആലോചനകളുടെ ആഴം നാം ഗ്രഹിക്കേണ്ടതിന് വേണ്ടി, പ്രത്യേകിച്ച് യേശുവും നാമും തമ്മിലുള്ള ആന്തരിക രമ്യതയുടെ വിശാലത നാം അറിയേണ്ടതിന്, ആന്തരിക ബന്ധത്തിൻ്റെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സുതാര്യതയും സുശക്തതയും അതിനകത്തുള്ള ആ ഒരു ദൃഢതയും എന്നതുപോലെ തന്നെ യേശുവും നാമും തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ സുതാര്യത. ദാമ്പത്യ ജീവിതത്തിന് ഇന്നൊത്തിരി വിള്ളലുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഉത്തമവും ഉദാത്തവും ഉത്കൃഷ്ടവും ഉന്നതവുമായ ദാമ്പത്യ ജീവിതമാണ്. ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച്, ഞാൻ അങ്ങേ മാത്രം സ്നേഹിച്ച്, മരണം നമ്മെ വേർപിരിക്കും നാൾ വരെ എന്നൊക്കെ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവത്തിന് മുൻപാകെ അങ്ങനെ ഉടമ്പടി ചെയ്ത് ഒരുമിച്ച് കൂടുന്ന ദമ്പതികൾ ആ ഉടമ്പടി ഒരു കാലത്തും മറക്കാതെ, ഈ ഭർത്താവിനേക്കാൾ, ഈ ഭാര്യയേക്കാൾ സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തുമുള്ള ആരൊക്കെ മുമ്പിൽ വന്ന് എന്തെല്ലാം ഗോഷ്ഠി കാണിച്ചാലും ഞാൻ ദൈവം മുൻപാകെ പറഞ്ഞിരിക്കുന്നത് അങ്ങേ മാത്രം, ഞാൻ പറഞ്ഞത് നിന്നെ മാത്രം. ഈ ബന്ധത്തിൻ്റെ സുതാര്യത സൂക്ഷിക്കുന്നതാണ് ഉത്തമ ദാമ്പത്യം. അതിനെയാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഉദാഹരിക്കുന്നത്. ബോധ്യമായോ ഞാൻ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. എല്ലാ ദാമ്പത്യങ്ങളെയും അങ്ങനെ ഉദാഹരിക്കാൻ പറ്റില്ല. പക്ഷേ ഉത്തമമായ ദാമ്പത്യം എത്ര കാലം കഴിഞ്ഞാലും തമ്മിൽ പിരിയാനാവാത്ത വിധം, ഭാര്യ മരിച്ചു പോയാലും ആ വസ്തുത അംഗീകരിക്കാൻ കഴിയാതെ രാവിലെ കട്ടൻ കാപ്പിയും കൊണ്ട് പുള്ളിക്കാരി ബെഡ്റൂമിലേക്ക് വരുന്നത് കാണുന്നു. അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ആ ഒരു ചിന്ത മനസ്സിലേക്ക്, ബാത്റൂമിലേക്ക് ചെന്നപ്പോഴാണ് പേസ്റ്റ് എടുത്ത് ബ്രഷുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്ന ഭാര്യ, മരിച്ചിട്ട് കുറേ കാലമായി, പക്ഷേ ഇപ്പോഴും അങ്ങനെ മുൻപിലുണ്ടെന്നാണ്. അജായൻ ദേ അടുക്കളയ്ക്കകത്തോട്ട് ഇടയ്ക്ക് എന്തോ ആയി എന്നൊക്കെ ചോദിച്ച് കയറി വന്നതുപോലെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. അച്ചായൻ്റെ ശബ്ദമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉദാത്തമായിരിക്കുന്ന അനുഭവത്തിൻ്റെ ഒരു തിളക്കം ഇങ്ങനെ അന്തരംഗത്തിൽ കിടക്കുന്നത് കൊണ്ട് മുറിക്കകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗന്ധം ഉള്ളതുപോലെ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. അതാണ് ഉത്തമ ദാമ്പത്യം എന്ന് പറയുന്നത്. വല്ല സാധ്യതയുണ്ടോ ഒരു എക്സ്ചേഞ്ചിനെന്നൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഇല്ലാതില്ല. ഇതിനകത്തല്ല, വെളിയിലത്തെ കാര്യമാണ് ഞാൻ പറയുക. ഇതൊന്ന് മാറ്റിയെടുക്കാൻ വല്ല എക്സ്ചേഞ്ച് മേള
ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അബദ്ധം പറ്റിപ്പോയി എന്ന് ചിലർ ചിന്തിക്കുന്നു. ചിലരുടെ മനസ്സ് മുഖം കണ്ടാലറിയാം, ഞാൻ അല്പം ധൃതി കാണിച്ചോ എന്തോ, അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു, ഇതിലും മെച്ചമായത് വന്നേനെ എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന പോലൊക്കെ ചിലരുണ്ട്. പക്ഷെ ഉത്തമമായ ദാമ്പത്യ ജീവിതത്തെ ഉദാഹരിക്കുന്നു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാം. അപ്പോൾ ആ ബന്ധത്തിൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുക, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആരുമായിട്ടാണ്? ഏക പുരുഷനുമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഏക പുരുഷനെ ഞാനൊന്ന് പറയാം. 1, 2, 3, 4 ചിന്തകളിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഏക പുരുഷനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ അരമണിക്കൂർ നേരം ആ ഏക പുരുഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നീട് കൈവരുന്ന അരമണിക്കൂർ നേരം നമ്മൾ ആ ഏക പുരുഷനോട് ഏകാഗ്രമായിരിക്കണമെന്നുള്ള ആശയത്തെക്കുറിച്ച് കൂടെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 1 മണിക്കൂർ നേരം കൊണ്ട് ഈ പ്രമേയത്തെ എനിക്കൊന്ന് വിസ്തൃതമാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിചാരം. പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏകപുരുഷൻ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 വാക്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരികയും യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം, 2 വിചാരങ്ങൾ മറക്കരുത്, കുറിച്ച് പഠിച്ചുകൊള്ളണം. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം എന്ന് പറഞ്ഞാൽ പക്ക മനുഷ്യനായിരുന്നു യേശു. 50% മനുഷ്യനും 50% ദൈവമല്ല. പകരം പക്ക മനുഷ്യൻ, 100% മനുഷ്യനാണ്. പൂർണ്ണ മനുഷ്യത്വം, പൂർണ്ണ മനുഷ്യപ്രകൃതമായിരുന്നു. അതിനകത്തൊരു പിഴവും വന്നിട്ടില്ല. മനുഷ്യൻ ആരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നോ അതേ മനുഷ്യൻ, അതേ പ്രകൃതം സൂക്ഷിച്ച ഒരേ ഒരു മനുഷ്യനേ ഉള്ള ഉലകത്തിൽ, അതെൻ്റെ കർത്താവ് മാത്രമാണ്. എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, ആ വഴിയിലൂടെ നമ്മൾ വരുന്നുണ്ട്. പ്രൈസിലൂടെ ഈ ദിവസങ്ങൾ ലോകം കൊടുക്കുന്ന പ്രാധാന്യതയും കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട്, ഈസ്റ്ററും പെസഹായൊന്നും നമ്മുടെ വിഷയമല്ല, വർഷത്തിലൊരിക്കൽ മാത്രമല്ല നമ്മളത് ഓർക്കുന്നതെങ്കിൽ പോലും ഈ ദിവസങ്ങളുടെ പ്രാധാന്യത മനസ്സിലാക്കി എൻ്റെ വിഷയത്തെ ഞാൻ അതിലൂടെ ഒന്ന് കൊണ്ടുവരാം, ധ്യാനത്തിന് വേണ്ടി മാത്രമായി. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ അതേ പ്രകൃതത്തിൽ 33.5 വർഷം ഈ പാർത്തലത്തിൽ ജീവിച്ച ഒറ്റ മനുഷ്യനേ ഉള്ളൂ, അത് യേശുവാണ്. അതുകൊണ്ട് യേശു എന്ന പുരുഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഇനി പറയുന്ന ചില ചിന്തകളെ ഓർത്തുകൊള്ളണം. ഒന്നാമത്തെ ചിന്ത, പാപരഹിതനായ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്, പാപരഹിതനായ മനുഷ്യൻ. വാക്യം എവിടെയാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 46-ാമത് വാക്യമാണ്. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോഹന്നാൻ 8:46 മറക്കാതിരിക്കണം. കവലകളിൽ, ഇടവഴിയിൽ, പെരുവഴിയിൽ, പട്ടണ പ്രാന്തങ്ങളിൽ, മുക്കവലകളിൽ, നാൽക്കവലകളിലെല്ലാം തന്നെ ഉറക്കപ്പറയണം, ഉയർത്തിപ്പറയണം, ഉറക്കപ്പാടണം യേശുവിൻ്റെ പാപരാഹിത്യ, പാപരഹിതമായ അവസ്ഥയെക്കുറിച്ച്. അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. ആ വാക്യത്തിൻ്റെ സ്വോത്രം പറഞ്ഞില്ലല്ലോ. അതാ നമ്മുടെ രക്ഷകന്റെ പ്രഖ്യാപനം. വേറെ ആരും യേശുവിനെ കുറിച്ച് പറഞ്ഞതല്ല, യേശു തന്നെ. ശാസ്ത്രിമാരും മെസ്സന്യരും എരിവുകാരും സേവകരും പിന്നെ മഹാപുരോഹിതന്മാരുടെ കൊട്ടേഷൻ അംഗങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു വലിയ ജനാവലിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടെ നെഞ്ചുറപ്പോടെ ചോദിച്ചൊരു ചോദ്യമാണ്. അതിന് വ്യക്തമായി മറുപടി പറയുവാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഒരുത്തിയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. യേശുവിൻ്റെ ചോദ്യം ഇന്നും ദിഗന്ധങ്ങളെ നടുക്കുമാർ ഉച്ചത്തിൽ മനുഷ്യ കർണപുടങ്ങളിൽ, അവരുടെ സാഹിത്യവാസനകളിൽ, അവരുടെ രാഷ്ട്രീയ വിചാരങ്ങളിൽ, അവരുടെ ദാർശനിക ബോധങ്ങളിലെല്ലാം ആ ചോദ്യം തട്ടിപ്രതിധ്വനിക്കുന്നുണ്ട്. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ ഒരുത്തരും എഴുന്നേൽക്കത്തില്ല. അങ്ങനെ എഴുന്നേൽക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവനിൽ പാപമുണ്ടെന്ന് പറയാൻ ആർക്കുമാവില്ല. ആർക്കും കണ്ടെത്താനാവാത്ത വിധം യേശു അത്ര വിദഗ്ധമായി ഒളിപ്പിച്ചു എന്നതല്ല കാര്യം, അവനിൽ പാപമില്ല എന്നതാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. പാപമില്ലാത്ത ഒരു യേശു. മനസ്സിലാകുന്നുണ്ടോ? യേശുവിനെ കുറിച്ചുള്ള ചിന്തകൾ വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ ആയുസ്സിൻ്റെ കാലമൊടുങ്ങുന്നതിന് മുൻപ് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയെ നമ്മൾ പ്രാപിക്കണം. ഞാനൊരു പ്രയോഗം നിങ്ങൾക്ക് നൽകിത്തരാം. ഹൈ ക്രിസ്റ്റോളജി എന്ന് പറയുന്നൊരു വിഷയം തന്നെയുണ്ട്. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോളജി എന്നൊരു വിഷയം. ക്രിസ്റ്റോളജി പോരാ, ഹൈ ക്രിസ്റ്റോളജി പഠിക്കണം. ഹൈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉന്നത വിജ്ഞാനീയം. കണ്ടോ? മറ്റാരോടും തുലനപ്പെടുത്തുവാനാവാത്ത വിധമുള്ളതായിരിക്കുന്ന ഉത്തുംഗപ്രതാപം. അതാണ് ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തുവിൻ്റെ പ്രതാപ ഐശ്വര്യങ്ങൾ, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പരമോന്നതമായ, പരമസ്ഥാനീയനായ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ അവസ്ഥയാണ് ഹൈ ക്രിസ്റ്റോളജി എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആ ഔന്നത്യത്തെ നമ്മൾ തിരിച്ചറിയണം.
മനുഷ്യത്വത്തിൻ്റെ ആ ഉന്നത്യം. അതാണ് യേശു പറയുന്നത്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം എന്നുള്ളത്. അങ്ങനൊരു പുരുഷനുമായിട്ട് നമ്മൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സഭ മാത്രം ഒരുമിച്ച് കൂടുന്ന ഒരു സെൻറ്ററിലെ വിശ്വാസികൾ, ശുശ്രൂഷക വൃന്ദങ്ങൾ, ഔദ്യോഗിക സ്ഥാനികൾ മാത്രമുള്ള ഒരു കൺവെൻഷനായതുകൊണ്ടാണ് രക്ഷയുടെ സുവിശേഷമൊന്നും അധികം പറയാതെ വിശ്വാസ സമൂഹത്തോട് മാത്രം ഞാൻ പറയുന്നത്. അതല്ല, എന്നെ വെളിയിൽ ശ്രദ്ധിക്കുന്നവരും കേട്ടുകൊള്ളണം. ക്രിസ്തുവുമായി താങ്കൾ ഒരു അഭേദ്യ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ക്രിസ്തു ആരാന്നറിയാമോ? പാപമില്ലാത്തവന്. ആ ക്രിസ്തുവുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് പാപരഹിതമായിരിക്കുന്നൊരു ജീവിതമായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പാപമില്ലാത്തൊരു ജീവിതാവസ്ഥയെ നമ്മുടെ മനസ്സിലും മനസ്സാക്ഷിയിലും ഇന്ദ്രിയ വ്യവസ്ഥിതികളിലും നമ്മുടെ ആന്തരിക തലത്തിലും ബാഹ്യതലത്തിലുമൊന്നും പാപം അതിൻ്റെ യാതൊരു വിധത്തിലുള്ള സ്വാധീനതയും ഉണ്ടാക്കാതെ പാപത്തോട് ചെറുത്തു നിൽക്കുവാൻ, പാപത്തോട് അകന്നു നിൽക്കുവാൻ, പാപത്തോട് പ്രാണത്യാഗത്തോളം പോരാടി വിജയം പ്രാപിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഓൺലൈൻ ശ്രദ്ധിക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവർ. അടുത്ത ദിനങ്ങൾ മുതൽ അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ സംഘാടകർ സജ്ജമാക്കുന്നുണ്ട്. അവിടെയും എന്നെ ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയാസിൽ, ഒരുപക്ഷെ ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെയൊക്കെ ഈ സന്ദേശം ശ്രവിക്കാൻ സാധ്യതയുള്ള പ്രിയപ്പെട്ടവരോട് മുൻകൂർ ഞാൻ പറയുന്നു, പാപം താങ്കളുടെ അവയവ വ്യവസ്ഥിതികളിലേക്ക് സ്വാധീനിക്കപ്പെടാതിരിക്കാൻ അതിനോട് ചെറുത്തു നിൽക്കാൻ കഴിയണം. ഇവിടെ ഇരിക്കുന്ന സകല കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, യൂത്ത്സിനോട് ഞാൻ പറയാം, നിങ്ങളുടെ പഠനകാലം, നിങ്ങളുടെ ഉപരിപഠനകാലം, നിങ്ങളുടെ ഉപജീവനത്തിൻ കാലത്തൊന്നിലും പാപം നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കപ്പെടാതിരിക്കാൻ അതിനോട് ചെറുത്തു നിൽക്കാനുള്ള അഭിഷേകത്തിൻ്റെ ശാക്തി പ്രാപിച്ചുകൊണ്ട് ഈ ഡിസ്ട്രിക്ട് കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തു പോകാവൂ. പ്രൈസ് ദി ലോർഡ്. പഠനകാലം, പഠന കേന്ദ്രം പലരുടെ ഇടങ്ങളിലായിരിക്കുക. ബാംഗ്ലൂരോ, പൂനെയിലോ, താനെയിലോ, മുംബൈയിലോ, കൊൽക്കത്തയിലോ, ദില്ലിയിലോ, വിശാഖപട്ടണത്തോ, വിജയവാഡയിലോ ഒക്കെ പഠിച്ച് ഒരുമാതിരി വാടിക്കരിഞ്ഞ് അഭിഷേകം നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മമ്മിക്ക് ആക്ഷേപമായി സഭയുടെ നെടുന്തൂണായി നിൽക്കുന്ന അപ്പൻ അപമാനമായിട്ടൊന്നും വണ്ടി കയറരുത്, ചുരം കയറി വരരുത്. എവിടെ പഠിക്കാൻ പോയാലും ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് അങ്ങേ രാജ്യത്ത് പോയി അവിടുത്തെ ഡോളറും അവിടുത്തെ യൂറോയും അവിടുത്തെ റിയാലും ദർഹവും ദറംസും ഒക്കെ ഉപജീവനത്തിന് വേണ്ടി വാരിക്കൂട്ടിയാലും അഭിഷേകം നഷ്ടപ്പെടാതെ പാപരഹിതമായൊരു ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിന്റെ തനിമയാർന്ന സംസ്കൃതിയെ ഒരിക്കലും കൈമോശം വരുത്തരുത്. എത്രമാത്രം ശക്തമായ സമ്മർദ്ദങ്ങൾ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും കൂട്ടുകാരുമായി മുട്ടിത്തട്ടി ഒരുമി ഒരഞ്ഞു പോകാനും കെറ്റുകതറുകൾ പങ്കെടുക്കുവാനും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള അവസരങ്ങൾ കൈവരുമ്പോൾ ഞാൻ ഏകപുരുഷനോട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ പാപമില്ലാത്തവനാണ്. ആ ഒരു അഭിമാനം, ആ ഒരു അന്തസ്, ആ ഒരു സംസ്കൃതി, ആ അഭിജാത്യം എനിക്ക് സൂക്ഷിച്ചേ പറ്റൂ എന്ന വിചാരം നിങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കണം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ കർത്താവുമായിട്ട് ഏകീഭവിക്കുമ്പോൾ പാപരഹിതമായൊരവസ്ഥ. സമയമില്ല എങ്കിൽ കൂടെ ഞാനൊരു കാര്യം പറയാം. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി, വേദവിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് പാപമെന്ന പദം വേദപുസ്തകത്തിൽ ആദ്യമുള്ളത്. ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യം. പാപമെന്ന പദം ഏറ്റവും അവസാനം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 5-ാം വാക്യമാണ്. ഉൽപ്പത്തി 4:7 മുതൽ വെളിപ്പാട് 18:5 വരെ 570 തവണയാണ് പാപമെന്ന പദം വേദപുസ്തകത്തിൽ ഉടനീളമുള്ളത്. 570 തവണ, മറക്കരുത്. റോമാലേഖനത്തിലാണ് പാപമെന്ന പദം ഏറ്റവും കൂടുതലുള്ളത്. 55 പ്രാവശ്യമാണ് പദം ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് ലേവ്യ പുസ്തകമാണ് 32 പ്രാവശ്യമാണ് പാപമെന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ പിന്നീട് 27 പ്രാവശ്യമാണ് സങ്കീർത്തനങ്ങളിലുള്ളത്. 27 പ്രാവശ്യത്തിൻ്റെ കണക്ക് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു കാര്യം, ആകെ 5 അധ്യായമുള്ള 1 യോഹന്നാന്റെ ലേഖനത്തിൽ 27 പ്രാവശ്യം പാപമെന്ന പദമുണ്ട്. മനസ്സിലായോ? എബ്രായ ലേഖനത്തിൽ 23 പ്രാവശ്യം പാപമെന്ന പദമുണ്ട്. അപ്പം പാപം 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 എന്ന പദത്തെ നമ്മൾ ഈ ലേഖനദ്വാര പുസ്തകത്തിലുടനീളം 570 തവണ ആവർത്തിച്ചു പറയുമ്പോൾ അതിനെ ഏകീഭവിക്കാനല്ല, അതിനോട് ചെറുത്തു നിൽക്കുവാൻ നമ്മെ ബോധവൽക്കരിക്കുകയാണെന്ന് ഓർത്തോണം. സ്കട്ട് മിസൈൽ പോലെ നെഞ്ചകത്തിന് നേരെ ഉന്നം പിഴയ്ക്കാതെ വന്നു കയറുന്ന പാപസംബന്ധമായ ഒരു വാക്യമുണ്ട്, ഒരു കനത്ത വാക്യമുണ്ട്. ഏതാ വാക്യമെന്നറിയാമോ? നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. സങ്കീർത്തനം 4:4. അപ്പൊ പാപവുമായി ബന്ധപ്പെട്ട വാക്യങ്ങളെയും അതിൻ്റെ ഭയാനകതയെയും അതിൻ്റെ അനന്തര ഫലത്തെയും അത് ചെയ്തെടുക്കുന്നതായ ദൈവമായിട്ടുള്ള നമ്മുടെ വേർപാടിനെയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അപ്പൊ പാപം രഹിതമായി ജീവിക്കുന്ന ഒരുവന് മാത്രമേ ഈ ഏകപുരുഷനുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. വിടുന്നു ഞാൻ ഒന്നാമത്തെ ചിന്ത. ഇനി ഈ പുരുഷൻ ആരാണ്? അടുത്ത 3 സ്ഥലനാമങ്ങൾ ഞാൻ പറയാം. ഈ ദിവസങ്ങളുടെ പ്രാധാന്യം
ധന്യതയും. ക്രൈസ്തവ ജനതയുടെ ധ്യാനത്തിൻ്റെതായ ദിവസങ്ങളാണിത്. പെസഹ മുതൽ ഈസ്റ്റർ വരെ എന്നൊക്കെയുള്ളത് പ്രത്യേകമായ ചില വിചാരങ്ങളാണ്. ക്രിസ്മസിന് യേശു ജനിച്ചതിനെ ഓർത്ത് ആഘോഷവും, ഈസ്റ്ററിന് യേശു നമുക്ക് വേണ്ടി മരിച്ചതിനെ ഓർത്തുള്ള സങ്കടങ്ങളും, ഉയർപ്പിൻ്റെ അന്ന് പിന്നെ അത് ആഘോഷമായി മാറുകയും ഒക്കെ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട്. മതാചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, കർമ്മകാണ്ഡങ്ങളുടെ ഒക്കെ അനുഭവമാണ്. നമ്മൾ ആചാരങ്ങളിലേക്ക് പോകുന്നില്ല, വല്ലപ്പോഴുമല്ല, പക്ഷേ എപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ടതാണ് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ. പ്രൈസ് ദി ലോർഡ്. ഈസ്റ്ററുമായുള്ള ബന്ധത്തിൽ ഞാൻ 3 സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ആ 3 സ്ഥലങ്ങളിൽ നിൽക്കുന്ന യേശുവെന്ന പുരുഷനെ നമ്മൾ അറിയണം, ഏകപുരുഷനെ. ഈ 3 സ്ഥലങ്ങളിൽ ഞാനൊന്ന് നിർത്തിക്കാണിക്കുക. ആ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയണം, ആരായണം, ആഴത്തിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആ 3 സ്ഥലങ്ങൾ ഏതാണെന്നറിയാമോ? ഒന്ന് ഗത്സമനയാണ്, ഗത്സമന. രണ്ടാമത്തേത് ഗബദ്ധ ആണ്. മൂന്നാമത്തേത് ഗൊൽഗോഥ. ഈ 3 സ്ഥലങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കേണ്ട ദിനങ്ങളാണിത് എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല, എല്ലാ ദിനങ്ങളിലും ഇതിനെ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ. ബത്ലഹേമിൽ എവിടെയോ നടന്ന ഒരു തിരുവവതാരമുണ്ട്, തിരുജനനമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? തിരുജനനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, അത്യുന്നതന്റെ ശക്തി നിഴലിട്ടപ്പോൾ രൂപീകൃതമായതാണ്, ഉദ്ഭൂതമായതാണ് യേശുവെന്ന പുണ്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബത്ലഹേമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒരു അർത്ഥത്തിൽ ധ്യാനമാകേണ്ടത് തന്നെയാണ്. ഞാനത് തൽക്കാലം വിടുകയാണ്. ഇന്ന് നാം ചിന്തിക്കണം ഏകപുരുഷൻ ആരാണ് എന്നുള്ളത്. പുരുഷത്വത്തിൻ്റെ പക്വതയിലേക്ക് വന്ന ഒരുവനെ നമ്മൾ 3 ഇടങ്ങളിൽ കാണണം. അതിലൊന്നാമത്തെ ഇടമാണ് ഗത്സമന എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗത്സമന, ഗബദ്ധ, ഗൊൽഗോഥ. 3 ആരംഭിക്കുന്നത് ജി എന്ന ആംഗലേയ അക്ഷരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ 3G എന്നോർത്തിരുന്നാൽ പഠിക്കാൻ എളുപ്പമാണ്. അത് 3 ജിയിൽ തുടങ്ങുന്ന 3 സ്ഥലനാമങ്ങൾ. അതിൽ ഗത്സമനയിൽ യേശുവിനെ നമ്മൾ നോക്കിക്കാണണം. ഞാൻ അല്പം വേഗത്തിൽ മുൻപോട്ട് പോവുക, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം. ഗത്സമനയിലെ യേശു ആരാണ് എന്നുള്ള ആ പുരുഷൻ ആരാണ്? ഗത്സമനയിൽ നിൽക്കുന്ന പുരുഷൻ ആരാ? ഒത്തിരി ചിന്തകൾ പറയാനുണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം പ്രാരംഭത്തിൽ ഈ സെൻട്രൽ കൺവെൻഷനിൽ വന്നിട്ടുള്ള മുഴുവൻ ദൈവമക്കളും അറിയേണ്ടതിന് വേണ്ടി പറയാം. ഗത്സമനയിലെ ഏക പുരുഷൻ ആരാന്നറിയാമോ? നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനെ നാം ഗത്സമനയിൽ കാണുന്നുണ്ട്. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഈ നിലത്തോട്ട് ഇറങ്ങി ഒന്ന് പ്രാർത്ഥിക്കാൻ? ഈ അടുത്ത കാലത്തെങ്ങാനും ചെയ്തിട്ടുള്ള കർമ്മമാണോ അത്? സോഫക്കമ്പട്ടിൽ MM ഡുറോഫ്ലെക്സ്, കുർലോൺ, മെത്തപ്പുറത്തൊക്കെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു ശീലമാണ് നമുക്കുള്ളത്. കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ദിവാങ്കോട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഒരു ശീലം. പക്ഷേ വിഷയത്തിൻ്റെ ആഴം മനസ്സിലാക്കി, നൊമ്പരത്തിൻ്റെ ആഴം മനസ്സിലാക്കി, പ്രശ്നകലുഷിതമായ ജീവിത സമരമുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് പ്രാർത്ഥനയുടെ ഭാഷയൊന്ന് മാറ്റുന്ന നല്ലതാണ്. പ്രാർത്ഥനയുടെ ഭാഷയെന്ന് പറഞ്ഞാൽ ഈ ശരീരഭാഷയെ ഒന്ന് മാറ്റുന്ന നല്ലതാണ്. പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും വല്യപ്പച്ചനും ഒക്കെ കസേലയിരുന്നോട്ടെ, മക്കളെ ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുക, നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന. സഭായോഗത്തിനും കൺവെൻഷനും ഉപവാസ പ്രാർത്ഥനയ്ക്കും പള്ളി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറയുക. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ശരീരത്തിനൊരു ഭാഷ ഉണ്ടാകണം. അത് നിലത്തോട്ട് മുഴങ്കാൽ മടക്കണം. പ്രൈസ് ദി ലോർഡ്. നിലത്ത് മുഴങ്കാൽ മടക്കി നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നൊരു ശീലമുള്ളവരുടെ ശുശ്രൂഷയും അവരുടെ ആത്മീക ജീവിതവും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിലം പറ്റിക്കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്നവനെ അനുഗ്രഹിക്കുന്ന, സ്വർഗം അവൻ്റെ മേൽ പ്രകാശിപ്പിക്കുന്ന ചില ആത്മീക ദൂതകളുണ്ട്. നമ്മളേതാണ്ട് വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞ് കസേരയിലിരുന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഷ പോലും ദൈവത്തിന് അത്ര സുഖമുള്ള സംഗതിയല്ല. ഒന്നാമത് ശരീരഭാഷ സൂഹിക്കുന്നില്ല, പിന്നെ നമ്മൾ പറയുന്ന ഭാഷയും. മലയാളിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ കസേരന്നൊക്കെ ഇറങ്ങി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിലത്തോട്ടൊക്കെ ഒന്നിരിക്കട്ടെ. അപ്പച്ചന്മാരൊക്കെ കസേരയിരുന്നു, അമ്മച്ചിമാരൊക്കെ കസേരയിരുന്നു. പക്ഷേ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരെല്ലാം എവിടോട്ട് ഇറങ്ങണം? അതിന് കർത്താവ് കാണിച്ചു തരുന്നൊരു മാതൃക, ഒരു പാറ്റേൺ ആണ്. മർക്കോസ് 14:35. മർക്കോസ് 14:35 ഗത്സമനയിലെ ഏകപുരുഷൻ പ്രാർത്ഥനാ മുറിയിലേക്ക് വീഴുന്നു. മുറിയെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത്, മുറിയല്ല, പച്ചമണ്ണിലേക്ക് വീഴുകയാണ്. ഗത്സമനയിലെ പച്ചമണ്ണിലേക്ക് ദേ വീണ് കിടക്കുന്നു. ആ വാക്യം എനിക്കിഷ്ടമാണ്. 14:35. അവൻ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു. കണ്ടോ? ഈ അല്പം മുൻപോട്ട് ചെന്നു എന്ന് പറയുന്നതിനകത്ത് അല്പമായ വിശകലനമല്ല, ഒരു ഒത്തിരി വിശകലനമുണ്ട്. നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സകല ഏടാകൂടങ്ങളെയും പിന്നിലാക്കിയിട്ട് അല്പം മുൻപോട്ട് ചെല്ലാൻ കഴിയണം. മൊബൈൽ ഫോൺ അടക്കമുള്ള സംഗതിയെ മാറ്റി വെച്ചിട്ട് നമ്മൾ മാത്രം
മാത്രമായി അങ്ങോട്ട് ചെന്നിട്ട് മുഴങ്കാൽ മടക്കണം. അവിടെ ഭർത്താവ് വേണ്ട, ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ അപ്പനോ അമ്മയോ ഒന്നും വേണ്ട, വേറെ ആരും വേണ്ട. ഞാനും എൻ്റെ പ്രാണനാഥനും കൂടെ സന്ധിക്കുന്നൊരു സംഗമമാണ്. അല്പം മുൻപോട്ട് ചെല്ലുക. നിങ്ങൾ കഴുതകളുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അത്രത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അപ്പോൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മൾ അല്പം മുൻപോട്ട് ചെല്ലണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കല്ലേ മക്കളെ? മൊബൈൽ ഫോണും വേദപുസ്തകവും കൂടെ അടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കല്ലേ? കഴിയുമെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ ആലയത്തിൽ പ്രവേശിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കണമെന്ന് എല്ലാ പള്ളിയുടെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പുറത്തും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനത്തിന് ഇതും കൊണ്ട് അകത്ത് കയറുന്നത്? വേദോസം കൊണ്ട് മാത്രം കയറും. ചിലർ പാട്ടോസം കൊണ്ടുപോകത്തില്ല, വേദോസം കൊണ്ടുപോകത്തില്ല. മൊബൈൽ ഫോണിനകത്ത് എല്ലാം ഉണ്ടെന്ന് അവർ പറയുക. അത് മാത്രമല്ല, വേറെ ഏതാണ്ടൊക്കെ നിൻ്റെ ഈ സൂത്രത്തിനകത്ത് നീ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് വേദോസവും പാട്ടോസവും കൂടെ കൊണ്ട് അതിനോടൊപ്പം വയ്ക്കാൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ട് ആലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊണ്ടുപോകാവുന്നൊരു സംഗതി അല്ലിതെന്ന് പഠിക്കുകയും ഗതികൾ ഇത് മാറ്റിവെച്ചിട്ട് നിലത്തേക്ക് വീഴാൻ കഴിഞ്ഞാൽ സ്വർഗം നീയുമായിട്ട് സന്ധിക്കാനിടയാകും. യേശു കാണിച്ചു തരുന്നൊരു മാതൃകയാണ്. അവൻ അല്പം മുൻപോട്ട് ചെന്ന നിലത്ത് വീണു. നിലത്ത് വീണ് എത്ര നേരം പ്രാർത്ഥിച്ചെന്നറിയില്ല, കുറേ നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് താൻ എഴുന്നേറ്റ് ഉപ്പുറ്റി ഉറപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പന്തവും കുന്തവും വാളും വടിയുമായി ഒരുപറ്റം ആളുകൾ തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്നത്. ചേവകർ എന്നാണ് ഇവിടെ പറയുക. ചേവകർ എന്ന് പറഞ്ഞാൽ ആലയ പോലീസാണ്. അവിടെ ആലയം വക പോലീസുണ്ട്. അവരെയാണ് ചേവകർ എന്ന് വിളിക്കുക. അവരെയാണ് കൊട്ടേഷനായി പറഞ്ഞു വിട്ടത് ഈ പീലാത്തോസും മഹാപുരോഹിതന്മാരെല്ലാവരും കൂടി ഒരുമിച്ച്. മഹാപുരോഹിതൻ അന്നാസ കയ്യഫാവ് അവരുടെയൊക്കെ അനുമതിയോടെ വന്നിട്ടുള്ള ആലയ പോലീസിനെ ചേവകരെന്ന് പറയുക. അവർ ഉയർത്തിപ്പിടിച്ച പന്തത്തിൻ്റെ വെട്ടത്തിലേക്ക് യേശു കയറി നിന്ന് നോക്കുമ്പോൾ കുന്തവും പന്തവും വാളും വടിയും കയറും ഒക്കെയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. തന്നെ കൊണ്ടുപോകാനാണെന്ന് തന്നെ യേശുവിന് മനസ്സിലായി. പക്ഷേ അല്പം പരിഭ്രമിക്കുക പോലും ചെയ്യാതെ അവരുടെ വെട്ടത്തിലേക്ക് കയറി നിന്നുകൊണ്ട് അവരോട് തന്നെ ചോദിച്ചു, ആരെ തിരയുന്നു? അപ്പൊ മറുപടി, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. എന്നെ തൻ്റെ ഇടം നോക്കിക്കേ. നിലത്ത് വീണ് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റവൻ്റെ തൻ്റെ ഇടം വേറൊന്ന് തന്നെയാണ്. നീ പേടിക്കത്തില്ല, പരിഭ്രമിക്കത്തില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല. കാരണം പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റത്, ആരോട് സംസാരിച്ചിട്ടാണ് നീ എഴുന്നേറ്റതെന്ന് പഠിക്കണം. യുഗങ്ങളുടെ പാറയായവനോട്, ഈ ബ്രഹ്മാണ്ഡ കടാകത്തെ നിർമ്മിച്ച് നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മത്തോട് സംസാരിച്ചിട്ട് എഴുന്നേറ്റ നീ ലോകത്തിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. മന്ത്രവാദിയോടോ ദുഷ്ടശക്തിയോടോ ഒരു ഭൂതപ്രേത പിശാചിനെ നീ പേടിക്കേണ്ട കാര്യമില്ല. ഒരു മനുഷ്യന്റെ ധിക്കാരത്തെയും പേടിക്കേണ്ടതില്ല. നീ നിലത്ത് വീണ് സംസാരിച്ചത് ഉടയവനോടാണ്, പരമാധികാരിയോടാണ്. അത് ബോധ്യമായവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അവൻ പറയുന്നു, ആരെ തിരയുന്നു? അവരുടെ മറുപടി, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. യേശുവിന്റെ അടുത്ത പ്രയോഗം, അത് ഞാൻ തന്നെ. നിങ്ങൾ തിരയുന്ന യേശു ആരാണ്? അത് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? പറ വേഗം പറ. അത് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? ഞാൻ തന്നെ എന്നവൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണുപോയി. അതാണ് ഗത്സമനിലെ ഏകപുരുഷൻ. ഗത്സമനിലെ ഏകപുരുഷൻ ആരാന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ മാത്രമല്ല, പരമാധികാരമുള്ളവൻ. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 18:6 ഞാൻ തന്നെ എന്നവൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണുപോയി. മർക്കോസ് 14:35 യോഹന്നാൻ 18:36 തമ്മിൽ സങ്കലിപ്പിക്കണം. അങ്ങനെ സങ്കലിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു അനന്ത സാധ്യത വെളിപ്പെട്ട് വരുന്നുണ്ട്. എന്താ പ്രാർത്ഥനയുടെ അനന്ത സാധ്യത? ദൈവമക്കൾ അറിയണം. യേശു എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറഞ്ഞ്, നിലത്ത് വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇപ്പം നിലത്ത് വീണ് കിടക്കുന്ന ആരാന്ന് പറ. ഇതുവരെ നിലത്ത് വീണ് കിടന്ന ആരായിരുന്നു? യേശുവായിരുന്നു. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമേൻ പറഞ്ഞ് അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു. ഇപ്പം നിലത്ത് വീണ് കിടക്കുന്ന ആരാന്ന് പറ. അവനെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്ന ശത്രുക്കളാണ്. അങ്ങനെയാണെങ്കിൽ എന്തോ മനസ്സിലായി, അതിനകത്തെ ആത്മിക ചിന്ത നിങ്ങൾക്ക് എന്തോ മനസ്സിലായി. പ്രാർത്ഥനാ മുറിയിൽ നിലത്ത് വീഴാൻ നമുക്ക് മനസ്സായാൽ നിന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ ശത്രു നിന്റെ മുമ്പിൽ വീണിരിക്കും. ബോധ്യമായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ചില വാദഗതികളുണ്ട്, ചില വല്ലാത്ത മതിൽക്കെട്ടുകളുണ്ട്, നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ചില പോരുകളുണ്ട്. ഈ ദുർവ്യാധി നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിത്തരത്തില്ലെന്ന് പറയുന്ന വാദിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. നിന്റെ തലമുറയ്ക്ക് ഒരു എഴുന്നേറ്റം ഉണ്ടാക്കത്തില്ലെന്ന് പറയുന്ന ചില ദുഷ്ടവ്യാപാര
വ്യാപാരങ്ങളുണ്ട്. പക്ഷെ ഈ ദിവസങ്ങൾ നിലത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമോ? പ്രാർത്ഥന മുറി ഒന്നുകൂടെ ഒന്ന് സജീവമാക്കാൻ പറ്റുമോ? പ്രാർത്ഥന കഴിയുമ്പോൾ, ഉപവാസം കഴിയുമ്പോൾ ചില ശത്രു നിന്റെ മുമ്പിൽ വീണുടയും. അവന്റെ എല്ലാവിധമായ പദ്ധതികളും ഇല്ലാതെയാകും. ശുശ്രൂഷയ്ക്കൊരു വര വരച്ചിട്ട് ഇതിനപ്പുറം പോകരുതെന്ന് പറഞ്ഞ് വാദമുന്നയിക്കുന്ന ചില പോരിന്റെ ശക്തികളും ചില അധികാരത്തിന്റെ മതിൽക്കെട്ടുകളെയും കർത്താവ് ഉടച്ചു കളയുമെന്ന് ഞാൻ ഇന്ന് രാത്രി പറയുമ്പോൾ അത് എൻ്റെ വാക്കല്ല, ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്ന ദൂതാകയാൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്ക്. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ. പത്രാസ് മാറ്റിവെക്ക്, പത്രാസ് മാറ്റിവെക്ക്. ഞാൻ 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 എന്ന ഭാവം മാറ്റിവെക്ക്. എന്നിട്ട് നിലത്തോട്ട് വീഴ്, നിലത്തോട്ട് വീഴ്. വീണ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, ഉപവാസം ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ ഉയർന്നു നിൽക്കുന്ന ചില ഗോപുരങ്ങൾ വീഴും താഴേക്ക്. അവകാശം പറയുന്ന ചില ദുഷ്ട വ്യാപാരങ്ങൾ, ചില ആവാഹനങ്ങൾ, ചില വിളിച്ചു ചൊല്ലലുകൾ, ചില നേർച്ച കാഴ്ചകൾ, ചില അർപ്പണ തർപ്പണങ്ങൾ, നിന്റെ പേര് പറഞ്ഞ് ചെയ്യുന്ന ചില ദോഷങ്ങൾ ഉടഞ്ഞു തകർന്നു പോകാനിടയാകും. വിശ്വാസത്തോടെ 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 ശാക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്ത്. പ്രാർത്ഥനാ മുറിയുടെ ഷേപ്പ് മാറ്റ്, പ്രാർത്ഥനയിൽ നിന്റെ രീതി മാറ്റ്. ഹല്ലേലൂയ. അപ്പൊ ഏകപുരുഷൻ ആരാന്ന് മനസ്സിലായോ? ഒന്ന്, പാപമില്ലാത്തവൻ. രണ്ട്, പ്രാർത്ഥനാ മുറിയിൽ ശ്രേഷ്ഠനായൊരു ഏകപുരുഷൻ. അവനുമായിട്ടാ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പറ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അവൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. കീശയിലെ കാശിന്റെ കനം കൊണ്ടൊന്നും നടക്കത്തില്ല. ഇത് മനസ്സിലാകുന്നുണ്ടോ? സെൻട്രൽ പാസൊക്കെ കുമ്പനാട്ടുള്ളതിനേക്കാൾ പിടിപാട് എനിക്കുണ്ടെന്നൊക്കെ ഉള്ളത് ദാർഷ്ട്യമാണ്. ഞങ്ങളുടെ ലോക്കൽ പാസൊക്കെ അവിടെ ഉള്ളതിനേക്കാൾ ഗംഭീരമായ കൈ എനിക്കവിടെ ഉണ്ടെന്നൊക്കെ ഉള്ള ചിന്തിക്കുന്നത് തെറ്റാണ്. പ്രാർത്ഥിക്കാതെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കാത്ത സഭയ്ക്ക് ഒരു തരത്തിലും വിടുതലുണ്ടാകത്തില്ല. ഘേരാവോ ചെയ്യാനും പിക്കറ്റിംഗ് നടത്താനും ഹർത്താൽ നടത്താനും ഒക്കെ ഉള്ളത് ഡെമോക്രസിയുടെ ഭാവമാണ്, ദൈവാത്മാവിന്റെ ഇടപാടല്ലത്. മന്ത്രിയെ കരിങ്കൊടി കാണിക്കുക, മന്ത്രിയെ വഴി തടയുക, ഏർപ്പാടുകളെല്ലാം ഡെമോക്രസിയുടെ ഭാഗമാണ്. നമ്മൾ ഡെമോക്രസിയുടെ ആളുകളല്ല, നമ്മൾ തിയോക്രസിയിലാണ്, ദൈവാധിപത്യത്തില നമ്മൾ വ്യാപരിക്കുന്നത്. അഭിഷേകത്തിന്റെ ശക്തിയാണ്. യേശുവിനോട് നമ്മൾ ഏകീഭവിക്കുന്നുണ്ടെങ്കിൽ മാനുഷികമായ പോളിറ്റിക്സ് ഒന്നുമല്ല വേണ്ടത്. മുഴങ്കാലം അടക്കണം. നീ കാര്യങ്ങൾ ഗൗരവമായി നടക്കുന്നില്ലെങ്കിൽ, ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ, ദൈവസഭ പുരോഗമനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, പിന്മാറ്റക്കാരൻ കൂടുന്നുണ്ടെങ്കിൽ, മദ്യപാനികൾ കൂടുന്നുണ്ടെങ്കിൽ, വ്യഭിചാരികൾ കൂടുന്നുണ്ടെങ്കിൽ, പാസ്റ്റർക്ക് ട്യൂഷൻ എടുക്കാൻ കുറെ പേര് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, മുഴങ്കാലം അടക്കിക്കോ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയാകും. മുഴങ്കാലം അടക്ക്, ദൈവപ്രവൃത്തി ശക്തമാകാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. നീ മുഴങ്കാലം അടക്കി വീണ് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി ശക്തമാകും. ആരുമായിട്ടാണ് നമ്മൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? പ്രാർത്ഥനയിൽ ഉന്നത സ്ഥാനീയനായ ഒരുവനുമായിട്ട്. ഗത്സമനയിലെ യേശു അതാണെന്ന് ഞാൻ ഇനി അതിനെ അല്പം കൂടെ വിശദീകരിക്കട്ടെ. ഗത്സമന നമുക്കുമുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ വ്യക്തിപരമായ ജീവിതത്തിൽ ഗത്സമന ഉണ്ടെന്ന്. ഗത്സമന എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റിക്കൊടുക്കുന്ന സ്ഥലമാണ്, ഒറ്റിക്കൊടുക്കപ്പെടുന്ന സ്ഥലമാണ്. ഗത്സമന എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെടുത്തുന്ന സ്ഥലമാണ്. ഒറ്റപ്പെടുത്തി കളയും നിന്നെ. നിങ്ങളാ പ്രാർത്ഥിച്ചത്, താങ്കളാ അധ്വാനിച്ചത്, താങ്കളാ ചെലവാക്കിയത്. പക്ഷേ ഒരു പുതിയ രംഗത്ത് വരുമ്പോൾ നീ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നിട്ട് ഒരുവൻ കച്ചകെട്ടി നിൽക്കുകയാണ്. എന്തിന്? ഒറ്റപ്പെടുത്താനല്ല, ഒറ്റിക്കൊടുക്കേണ്ടതിന് വേണ്ടി. പക്ഷേ അവിടെയും നിന്റെ പ്രാർത്ഥനാ മുറി സജീവമാകണം. ഒറ്റപ്പെടുത്തുന്നവരുണ്ട്, ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്, വിട്ട് ഓടിപ്പോകുന്നവരുണ്ട്. പക്ഷെ അവിടെയും പ്രാർത്ഥനാ മുറി സജീവമാണെങ്കിൽ നീ ഒറ്റയ്ക്കല്ല, സ്വർഗത്തിൽ നിന്ന് ഒരുവൻ ഇറങ്ങി വന്ന് നിന്നെ ശാക്തീകരിപ്പാനിടയാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ അവനുമായിട്ടാ കാര്യമുള്ളത്, അവനുമായിട്ടാ കാര്യമുള്ളത്. അവനോട് അവിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഗത്സമന ഞാൻ അങ്ങനെ അങ്ങ് വിടട്ടെ. ഗത്സമനയിൽ യേശു പരമാധികാരിയാണ്. പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത ആർജവത്വം കൊണ്ട് ജനത്തെ മുഴുവനും പിടിച്ചുകെട്ടി കൊണ്ടുപോകാൻ വന്നവന്റെ വീട് കിടക്കുന്നു തറയിൽ. അത് നമ്മൾ തിരിച്ചറിയണം. അടുത്ത ഞാൻ ജമ്പ് ചെയ്യുകയാണങ്ങ് ഗബ്ബഥായിലേക്ക്. ഗബ്ബഥ എന്ന് പറഞ്ഞാൽ എന്തോ? യേശുവിനെ അവിടുന്ന് പിടിച്ചു കെട്ടി അടിച്ചു നടത്തി കൊണ്ടുവന്നത്
വിവിധ വിസ്താര മണ്ഡപങ്ങൾ, കയ്യഫാവിൻ്റെ, അനാസിൻ്റെ. അന്ന് രാത്രി അടിയന്തരമായി സന്നദ്ധി സംഘം കൂടി അവരുടെ മുമ്പിൽ. അവിടുന്ന് നേരെ പീലാത്തോസിന്റെ അരികിലേക്ക്, പീലാത്തോസ് നേരെ ഹെരോദാവിന്റെ അരികിലേക്ക്, വീണ്ടും പീലാത്തോസിന്റെ അരികിലേക്ക്. പീലാത്തോസിന്റെ കോടതിയിൽ 2 പ്രാവശ്യം യേശു വിസ്തരിക്കപ്പെടുന്നുണ്ട്, ഹെരോദാവിന്റെ കോടതിയിൽ 1 പ്രാവശ്യം. അങ്ങനെ മൊത്തം 6 കോടതികളിലായിട്ട്, 5 കോടതികളിലായിട്ട് 6 പ്രാവശ്യം യേശു വിസ്തരിക്കപ്പെടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പീലാത്തോസിന്റെ അരികിലേക്ക്, പീലാത്തോസിന്റെ പ്രട്ടോറിയത്തെയാണ് ഗബഥ എന്ന് പറയുന്നത്. റോമൻ പ്രൊക്കുറേറ്ററാണ് പീലാത്തോസ്. അന്നത്തെ പ്രൊക്കുറേറ്റർ നാടുവാഴിയാണ്. അന്നത്തെ അധീശത്വ ശക്തിയോട് ചരട് വലിക്കുന്നയാളാണ് പീലാത്തോസ്. അവൻ പ്രൊക്കുറേറ്റർ ആയിരിക്കുന്നത് കൊണ്ട് അവന്റെ വിസ്താര മണ്ഡപം ഈ ചുവന്ന പരവതാനി വിരിച്ചുണ്ടാക്കിയിട്ടുള്ളത് പോലെ ഒരു പ്ലാറ്റ്ഫോം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അതാണ് അവന്റെ പ്രൊട്ടോറിയം, വിസ്താര മണ്ഡപം. അതിന്റെ മലയാളം കൽത്തളം എന്നാണ്. ഗബഥ എന്നുള്ളത് അരമിക് വേർഡാണ്. യേശുവിനെ അവിടെ കൊണ്ട് നിർത്തി വിസ്തരിക്കുകയാണ്. മാന്യമായ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം, അല്ലാത്തതിനൊക്കെ നിശബ്ദത നമ്മൾ സ്വീകരിച്ചോണം നിലപാട്. ആവശ്യമില്ലാത്തതിനെല്ലാം കയറി ചുമ്മാ വായലയ്ക്കാൻ നിൽക്കരുത്. യോഗ്യമായതിന്, അർഹമായതിന് മാത്രം സംസാരിച്ചാൽ മതി. നമുക്ക് വേണ്ടി സംസാരിക്കുന്നൊരു സ്വർഗമുണ്ടെന്ന്. നമ്മുടെ ന്യായം, നമ്മുടെ നീതി, നമ്മുടേതായിരിക്കുന്ന സത്യം, നമ്മുടെ സത്യധർമ്മ ന്യായങ്ങളെ വെളിപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. ചുമ്മാ വായലയ്ക്കാൻ നിൽക്കരുത്. യേശു വളരെ ഡീസൻ്റ് ആയിരുന്നു അവിടെ. മനസ്സിലായോ? ചില ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു യേശുവിന്. ഉത്തരമർഹിക്കാത്ത ചോദ്യങ്ങൾക്കൊക്കെ യേശു മൗനം ദീക്ഷിച്ചു. പിന്നെ പറഞ്ഞു, ഉത്തരങ്ങളൊക്കെ ദൈവശാസ്ത്രത്തിന്റെ ഉജ്ജ്വല സംഗതിയാണ്. തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ വേണം യേശു കൊടുത്ത ഉത്തരങ്ങൾക്കെല്ലാം. പ്രൈസ് ദി ലോർഡ്. വിവരിക്കുന്നില്ല. ഈ ഗബഥയിൽ യേശു ആരാണെന്നറിയാമോ? ഗബഥയിലെ യേശു നിരപരാധിയാണ്. പീലാത്തോസ് പറയുന്ന 3 ഡയലോഗുകളുണ്ട് യേശുവിനെ കുറിച്ച്. ഈ ദിവസത്തിൽ അത് നമ്മൾ ആഴത്തിൽ അറിഞ്ഞേ പറ്റുള്ളൂ. യേശുവിനെ കുറിച്ച് പീലാത്തോസ് പറയുന്ന 3 അനുഗ്രഹീതമായ ആശയങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആ മനുഷ്യൻ ഇതാ. പീലാത്തോസിന്റെ പ്രഖ്യാപനമാണ്, ആ മനുഷ്യൻ ഇതാ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേത്, ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. മൂന്നാമത്തേത്, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഗബഥയിൽ പീലാത്തോസ് ഉയർത്തുന്ന അനുഗ്രഹം, യേശുവിനെ സംബന്ധിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. മുമ്പേ അധ്യക്ഷൻ പറഞ്ഞ പോലെ മറ്റൊരു പ്രയോഗമാണ്, ഇവൻ ചെയ്ത കുറ്റമെന്ത്, ഇവനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇവനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അങ്ങനെയും കൂടെ ചില ചോദ്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായും യേശു എന്ന ഏകപുരുഷനെ ഗബഥയിൽ ഞാൻ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഉയർത്തി പറയാനുള്ള 3 പീലാത്തോസിന്റെ വിചാരങ്ങളുണ്ട്. പീലാത്തോസിന്റെ 3 അതിശ്രേഷ്ഠമായ ചിന്തകളുണ്ട്. അതിലൊന്നാമത്തേത്, ആ മനുഷ്യൻ ഇതാ. അതേതോ ചോദ്യത്തിന്റെ ഉത്തരം പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആ മനുഷ്യൻ ഇതാ എന്ന ആ വാചകം ഒരു ഉത്തരമായി തോന്നുന്നുണ്ടോ? ഒരു വാചകത്തിന്റെ ഉത്തരമായി തോന്നുന്നുണ്ടോ? ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി തോന്നുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിച്ചത് ആരാന്നറിയാമോ? അത്യുന്നതനായ ദൈവമാണ്. എവിടെയാ ചോദിച്ചതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തില, മനുഷ്യ നീ എവിടെ? എന്നാ ഒരു ചോദ്യമാണത്. ആദമേ നീ എവിടെ എന്നല്ല ചോദ്യം. പിന്നെ കൃത്രിമമായ വസ്ത്രമൊക്കെ ഉണ്ടാക്കി, അത്തിയലയെല്ലാം കൂടെ കൂട്ടിത്തുന്നി വസ്ത്രം ഉണ്ടാക്കി കുറ്റിക്കാട്ടിനകത്ത് ഇപ്പോൾ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരം സർവ്വജ്ഞാനിയായ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആദമേ നീ എവിടെയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല ദൈവത്തിന് മുമ്പിൽ ആർക്കും ഒളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ചോദ്യം ആദമേ നീ എവിടെ എന്നല്ല. പിന്നെന്താ ചോദ്യം? മനുഷ്യ നീ എവിടെയെന്ന. ആ ചോദ്യത്തിന് യുക്തമായി മറുപടി പറയാൻ പിതാമഹന്മാർക്ക് ആർക്കും പറ്റിയിട്ടില്ല. സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ദാവീദടക്കമുള്ള ഒരൊറ്റ കവീവരന്മാർക്കും കഴിഞ്ഞിട്ടില്ല. രാജപ്രമുഖന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രവചന ദൂതുകൾ ശക്തമായി ഉച്ചരിച്ചതും രാജ്യങ്ങളോട്, വ്യക്തികളോട്, രാജാക്കന്മാരോട് പ്രവചന ദൂതുകൾ പറഞ്ഞ പ്രവാചക വരണ്യന്മാർക്ക് ആർക്കും പറ്റിയില്ല അതിനുത്തരം പറയാൻ. മനസ്സിലാകുന്നുണ്ടോ? ന്യായാധിപന്മാർക്ക് പറ്റിയിട്ടില്ല അതിനുത്തരം പറയാൻ. കാലങ്ങൾ പലതും മുൻപോട്ട് പോയി. മനുഷ്യ നീ എവിടെ എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം അറിഞ്ഞോ അറിയാതെയോ, ഞാൻ ഈ പറഞ്ഞ തിയോളജി അറിയാത്ത ഒരു ജാതീയനായ പീലാത്തോസ് കയറി നിന്നുകൊണ്ട് പറയുന്നു, ആ മനുഷ്യൻ ഇതാ. ആശയം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അത്യുന്നതനായ ദൈവം തോട്ടത്തിൽ പരതിയത് ആദമനെയല്ല. പാപമില്ലാത്ത, കുറ്റമില്ലാത്ത, ദോഷമില്ലാത്ത, തിന്മയില്ലാത്ത, പാപം തീണ്ടാത്ത, പാപം നിമിത്തമുള്ള വിയർപ്പോ വേദനയോ അവകാശമാക്കാത്ത ഒരു പൂർണ്ണ മനുഷ്യനെ ഞാൻ ഇവിടെയാക്കി. അവനെവിടെ എന്നാ ദൈവം ചോദിക്കുന്നത്? അവനെവിടെ? പാപം ചെയ്യാത്തൊരു മനുഷ്യനെ ഞാൻ ഇവിടെയാക്കിയല്ലോ, അവനെവിടെ എന്ന. തോട്ടത്തിൽ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല. പീലാത്തോസിന്റെ വാചകത്തിനകത്തുള്ള ചിന്ത എന്താണെന്നറിയാമോ? പീലാത്തോസ് പറയുക, ഞങ്ങൾ കഴിഞ്ഞ രാത്രി തോട്ടത്തിൽ നിന്നൊരുത്തന്നെ പിടിച്ചോണ്ട് വന്നു,
അവനെ മാറി മാറി വിസ്തരിച്ചിട്ട് ഇന്നുവരെ ഒരു കുറ്റവും, ഇതുവരെ ഒരു കുറ്റവും, മണിക്കൂർ അത്ര കഴിഞ്ഞു, ഇതുവരെ അവനിൽ ന്യായമായി ഒരു കുറ്റവും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്ന് അവിടുന്ന് അന്വേഷിച്ച ആ മനുഷ്യൻ ഇവനല്ലാതെ വേറെ ആരുമല്ല, പാപമില്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ ഗബഥയിലെ ഏകപുരുഷൻ ആരാന്ന് പറ? പാപമില്ലാത്തൊരു മനുഷ്യനാ. എത്ര പേർക്ക് ബോധ്യമായി ഞാൻ പറഞ്ഞ കാര്യം? ആ മനുഷ്യൻ ഇതാ എന്ന് പറയുമ്പോൾ പാപമില്ലാത്തവനെ ചൂണ്ടിക്കാട്ടുക. അപ്പൊ നമ്മൾ ഏകപുരുഷനോട് നമ്മൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപമില്ലാത്തവനുമായിട്ട് നമ്മുടെ ബന്ധം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു ദോഷവും ആർക്കും കാണിക്കുവാൻ കഴിയാത്ത വിധം ഉജ്ജ്വലമായ നിലപാടെടുത്ത് യേശുവിനെ കുറിച്ച് പറയുന്നു ആ മനുഷ്യൻ ഇത്. സ്തോത്രം. വീണ്ടും പീലാത്തോസ് പറയുകയാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കുറ്റമില്ലാത്തവൻ, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പ്രിയരെ, ആരുടെയും മുമ്പിൽ കുറ്റമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. കാരണം നമ്മൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരുമായിട്ട്? കമോൺ, ആരുമായിട്ട്? കുറ്റമില്ലാത്തവനുമായിട്ട്. കുറ്റമില്ലാത്തവനുമായിട്ട് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ ആരായിരിക്കണം? കുറ്റമില്ലാത്തവരായിരിക്കണം. എൻ്റെ ഭാഗത്ത് വല്ല കുറ്റമുണ്ടോ എന്ന് കൂടെ കൂടെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാ. ആരോരും ഇല്ലാത്ത വീടിനകത്ത് മുറിക്കകത്ത് അടച്ചു കയറി നിന്ന് ചോദിക്കുന്നതല്ല. നമ്മളുമായി ഇഴയടുപ്പമുള്ളവരോട് ചോദിക്കുക, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടും ചോദിക്കുക, എൻ്റെ ഭാഗത്ത് വല്ല കുറ്റമുണ്ടോ? മാതാപിതാക്കളോട് ചോദിക്കേ, കുഞ്ഞുങ്ങളോട് ചോദിക്കുക. മാതാപിതാക്കൾ, ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റമുണ്ടോ? എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ? ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് എന്താ വീഴ്ചയുള്ളത്? ഒന്ന് തെര്യപ്പെടുത്തണേ എന്നൊന്ന് പറയാൻ പറ്റുമോ? വിദഗ്ധമായി നമ്മളാരും ചോദിക്കാതെ രക്ഷപ്പെട്ട് നിൽക്കുക ഇന്ന് വരെ. മനസ്സിലായില്ലേ? ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടിൽ നമ്മളെ സൂക്ഷിക്കേണ്ടത് കുറ്റമില്ലായ്മയാ. യേശുവിനെ കുറിച്ച് പറയുക, ഇവനിൽ ഞാനൊരു കുറ്റവും. പഴയ നിയമത്തിലൊരു മഹാഭക്തനുണ്ട്, അനുഗ്രഹീതനായൊരു ദൈവദാസൻ. അവനെക്കുറിച്ച് ദൈവം പറയുന്നത്, എനിക്ക് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ. ആ ദാനിയേൽ തന്നെ പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ. കണ്ടോ? ഞാൻ എൻ്റെ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ. സെൻട്രൽ കുറ്റമുണ്ടാകരുത്, സഭയിൽ കുറ്റമുണ്ടാകരുത്, സഭയിലെ ഇടവകയിലെ ജനത്തിനിടയിൽ കുറ്റമുണ്ടാകരുത്, വീട്ടിലും നാട്ടിലും കൂട്ടായ്മക്കാരുടെ ഇടയിലും കൂട്ടുകാരുടെ ഇടയിലും കുറ്റമില്ലാതെ ജീവിക്കുന്ന ഒരു പ്രകൃതം. കാരണം നമ്മൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറ്റമില്ലാത്തവനുമായിട്ട്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? യേശുവുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മൗഢ്യമാണ്, പ്രകടനമായി മാറിപ്പോകാനിടയാകും. ഗബഥായിലെ യേശുവിനെ കുറിച്ച് അടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. റോമാ സാമ്രാജ്യത്തിൻ്റെ റോമാ നിയമം അനുസരിച്ച് വിസ്താരം കഴിഞ്ഞിട്ട് ഒരു പ്രതിക്ക് കുറ്റം കാര്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനെ വെറുതെ വിടണം. അതാണ് റോമൻ നിയമം. പക്ഷെ ഇവിടെ പീലാത്തോസ് പറയുക, ഇവനിൽ ഞാനൊരു പാപവും കാണുന്നില്ല, കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി എന്തോ ചെയ്യണം? അത് വൈരുദ്ധ്യതയാണ്. റോമൻ കോടതിയുടെ നിയമത്തിന് വിരുദ്ധമാണത്. പക്ഷെ യേശുവിനെ കുറിച്ച് അങ്ങനെ അല്ലാതെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ പീലാത്തോസ് പറയുന്നത് സത്യത്തിൽ റോമൻ നിയമമല്ല. ഇവിടെ പീലാത്തോസ് അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് ലേവ്യ നിയമമാണ്, ദൈവത്തിൻ്റെ പ്രമാണമാണ് പറയുക. കാരണം യാഗം കഴിക്കാൻ കൊണ്ടുവരുന്ന ആട്ടുകൊറ്റനെ, കാളക്കൂറ്റനെ ഒക്കെ നന്നായി പരിശോധിച്ച് നിരീക്ഷണ, പരീക്ഷണ, ഗവേഷണ, അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും കുറ്റം കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, കുറ്റമുള്ള മൃഗത്തെ വെറുതെ വിടും, കൊണ്ടുപോയി മാറിയിട്ട് വരാൻ പറയും. ഊനമുള്ളതിനെ യാഗം കഴിച്ച് ശാപം വരുത്തി വെക്കാതെ കൊണ്ടുപോകാൻ പറയും. പക്ഷെ പരിശോധിച്ചിട്ട് ഒരു കുറ്റവുമില്ലെങ്കിൽ പരിശോധന വിഭാഗത്തിന്റെ നേതാവായ പുരോഹിതൻ പറയും, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയി യാഗമർപ്പിക്ക്. അത് തന്നെയാണ് ഈ ഏകപുരുഷനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ബോധ്യമായവർ എത്ര പേരുണ്ട്? ഞാൻ ഇവനിൽ കുറ്റം കാണുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പറയുമ്പോൾ മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി കുരുളറുക്കപ്പെട്ട നമ്മുടെ കുഞ്ഞാടുണ്ടല്ലോ, നമ്മുടെ പ്രാണനാഥൻ, ഗബഥയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവുണ്ടല്ലോ, കുറ്റമില്ലാത്തവനായതുകൊണ്ടാണ് അവൻ രക്തം ചൊരിഞ്ഞപ്പോൾ നമുക്ക് വിമോചനമുണ്ടായത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മനുഷ്യനെ ഗ്രസിച്ചിരുന്ന ആദമ്യ പാപത്തിന്റെ പിടിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് കുന്നു കയറുന്നത് കൊണ്ടോ, മലയിറങ്ങുന്നത് കൊണ്ടോ, പുഴ താണ്ടുന്നത് കൊണ്ടോ, കടൽ നീന്തുന്നത് കൊണ്ടോ, ദേഹം മുറിച്ച് രക്താർപ്പണം നടത്തുന്നത് കൊണ്ടോ, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണം വാരിയിട്ടത് കൊണ്ടോ, വായിൽ നിന്ന് കോടാനുകോടി സ്തോത്രാർപ്പണങ്ങൾ നടത്തുന്നത് കൊണ്ടോ, ചെരുപ്പിട്ടോ ചെരുപ്പിടാതെയോ പദയാത്ര ചെയ്യുന്നത് കൊണ്ടോ, വിവിധ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അങ്ങനെ ഒത്തിരി ദൂരം യാത്ര ചെയ്തതുകൊണ്ടോ ഒന്നും നേടാവുന്നതല്ല പാപമോചനം. പാപമില്ലാത്തവന്റെ ചോര ചിന്തണമായിരുന്നു. അങ്ങനെ ചോര
ചിന്താൻ യോഗ്യതയുള്ള ഒരുവൻ, അവൻ്റെ പേരാ ഞാൻ പറഞ്ഞത്, ഏക പുരുഷൻ. ഇവനിൽ കുറ്റമില്ല, ഇവനെ കൊണ്ടുപോയി യാഗമാക്കുവീൻ എന്ന് പറയുമ്പോൾ പീലാത്തോസ് അവിടെ റോമൻ നിയമമല്ല, പകരം യഹൂദ നിയമം അല്ലെങ്കിൽ ലേവ്യ നിയമം, അതല്ലെങ്കിൽ ദൈവത്തിന്റെ നിർണയമാ പാസ്സാക്കുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ഏകപുരുഷൻ നമുക്ക് വേണ്ടി യാഗമാകാൻ യോഗ്യനായവൻ. കണ്ടോ, വിസ്താരം കഴിഞ്ഞിട്ട് തള്ളിക്കളയാതെ, നിരീക്ഷണം നടത്തിയിട്ട് കുറ്റമുണ്ടെന്ന് കണ്ടിട്ട് തള്ളിക്കളയാത്തവനെയാണ് നമുക്ക് വേണ്ടി യാഗമാക്കിയതെങ്കിൽ ഒറ്റ ചിന്ത ഞാൻ പറയട്ടെ, ആലയത്തിലെ ആരാധനയ്ക്കും ദൈവകാര്യത്തിനും ദൈവിക കാര്യപരിപാടിക്കും തള്ളപ്പെട്ടു പോകരുത് നമ്മൾ. കാരണം നമ്മൾ അതിനു വേണ്ടി യോഗ്യതയുള്ളവരായി നിൽക്കാനിടയാകണം. യോഗ്യതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി കാര്യം പഠിക്കണം. സുവിശേഷത്തിന് യോഗ്യതയുള്ളവരാകണം, ദൈവത്തിന് യോഗ്യതയുള്ളവരാകണം, ക്രിസ്തുവിന് യോഗ്യതയുള്ളവരാകണം, വിശുദ്ധന്മാർക്ക് യോഗ്യതയുള്ളവരാകണം. അങ്ങനെ യോഗ്യതയുമായി ബന്ധപ്പെട്ട നിരവധി വാക്യങ്ങളുണ്ട്. തെസ്സലോനിക്ക ലേഖനം പറയുന്നു ദൈവത്തിന് യോഗ്യതയുള്ളവരാകണം. കൊലോസ്യ ലേഖനം 1:10 പറയുന്നു കർത്താവിന് യോഗ്യതയുള്ളവരാകണം. ഫിലിപ്പിയ ലേഖനം 1:27 പറയുന്നു സുവിശേഷത്തിന് യോഗ്യതയുള്ളവരാകണം. റോമാലേഖനം 16-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു വിശുദ്ധന്മാർക്ക് യോഗ്യമാകും വണ്ണം. കണ്ടോ, അങ്ങനെ യോഗ്യത പഠിക്കാൻ പോയാൽ ഇന്ന് രാത്രി കുറെ നേരം കൂടി ഇരിക്കേണ്ടവരും സമയത്തിന്റെ വേലിക്കെട്ട് പൊട്ടിപ്പോകും. ഒറ്റ കാര്യം ഇങ്ങനെ പറയാം, ഏത് മണ്ഡലത്തിന് യോഗ്യതയുള്ളവരായി നിൽക്കണം. കാരണം യോഗ്യതയുള്ളവന്റെ കൂടെയാണ് നമ്മളെ വിവാഹ നിശ്ചയത്തിന് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം ഏകപുരുഷനെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഞാൻ ഗബഥായിൽ നിന്ന് പടിയിറങ്ങുകയും, ഗെത്സമന യേശു പിടിക്കപ്പെട്ട ഇടമാണ്, ഗബഥ യേശു തകർക്കപ്പെട്ട ഇടമാണ്. ധ്യാനിക്കണം യേശുവിൻ്റെ തകർച്ച. യേശു തകർക്കപ്പെട്ടു എന്നുള്ളത്, തകർക്കപ്പെട്ടു എന്നുള്ള വാക്യം ഏതാണെന്നറിയാമോ? യെശയ്യാ പ്രവചനം 53:10 വാക്യമാണ്. യെശയ്യാ 53:10 പറയുക, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ശ്രദ്ധിക്കണം, രണ്ടിഷ്ടങ്ങൾക്ക് എൻ്റെ യേശു വിധേയമാകുമ്പോൾ, ഈ ഏകപുരുഷൻ രണ്ടിഷ്ടങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞപ്പോഴാണ് തകർച്ച പൂർണ്ണമാകുന്നത്. രണ്ടിഷ്ടങ്ങൾക്കായി യേശു വിധേയമാകുന്നു. എബ്രായ ലേഖനം 10:7 പറയുന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. 40-ാം സങ്കീർത്തനത്തിലെ വാക്യമെടുത്ത് ഉദ്ധരിക്കുകയാണ് അവിടെ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ. എന്തായിരുന്നു പിതാവിന്റെ ഇഷ്ടം പുത്രനെ കുറിച്ച്? യെശയ്യാ 53:10 ആ ഇഷ്ടം വിശദീകരിക്കുന്നത്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ രാജാവാകാൻ വന്നെന്നല്ല, നേതാവാകാൻ വന്നെന്നല്ല, ജനത്തിനു വേണ്ടി തകർക്കപ്പെടാൻ ഞാൻ ദാ വരുന്നു എന്നാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ടിഷ്ടങ്ങൾ ഞാൻ പറഞ്ഞ ഏതാ? ഒന്ന് പിതാവിന്റെ ഇഷ്ടം, അത് യെശയ്യാ 53:10. 2 ലൂക്കോസ് 23:25. ലൂക്കോസ് 23:25 പറയുന്നു, ജനത്തിന്റെ ഇഷ്ടം അനുസരിച്ച് പീലാത്തോസ് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ജനത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു? ജനത്തിന്റെ ഇഷ്ടം അവരുടെ പ്രാകൃത ഗാനത്തിന്റെ ആ ഒറ്റ വരിയിലുണ്ട്, ക്രൂശിക്ക 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 എന്നട്ടഹസിച്ച ജനത്തിന്റെ ഇഷ്ടം യേശുവിനെ ക്രൂശിക്ക എന്നതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കണം ഒരു കാര്യം, പിതാവിന്റെ ഇഷ്ടം തകർക്കപ്പെടുക എന്നതാണ്, ജനത്തിന്റെ ഇഷ്ടം ക്രൂശിക്കുക എന്നത്. ഈ രണ്ട് ഇഷ്ടങ്ങളോട് എൻ്റെ യേശുവിൻ്റെ മേൽ വന്ന് പതിഞ്ഞപ്പോൾ പ്രവാചകൻ അവനെ നോക്കിയിട്ട് പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി മാറി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇത് കോഴിയും താറാവിനെയും ആടിനെയും പോത്തിനെയും എല്ലാം കൂടെ വെട്ടി വിദേശ മദ്യവും എല്ലാമായിട്ട് ആഘോഷിക്കേണ്ടതല്ല യേശുവിനെ കുറിച്ചുള്ള ഈസ്റ്റർ എന്ന് പറയുന്നത്. മൂത്ത ക്രിസ്ത്യാനിക്ക് മണ്ടത്തരമാ പറ്റുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് വിളമ്പി അടിച്ച് ഫിറ്റായി നിന്ന് യേശുവിൻ്റെ ഈസ്റ്ററും പിന്നെ ക്രിസ്മസും ആഘോഷിക്കുന്ന ഒരു ഗതികളിലേക്ക് നമ്മൾ പോകുന്നില്ല. കണ്ണു നിറഞ്ഞ കവിൾത്തടങ്ങളിലൂടെ ചാല് വീണിട്ട് അന്തരംഗം പൊട്ടിപ്പൊളർന്നു പോകത്തക്ക നിലയിൽ അനുഭവിക്കുന്ന വ്യഥകളെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഗബഥായിൽ വിസ്തരിക്കപ്പെടുന്നവനെ കുറിച്ച് പറയുന്നു, ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. പക്ഷെ അവിടെ നമുക്ക് അന്തരംഗത്തിൽ ചൈതന്യമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ യേശു ക്രൂശിക്കപ്പെടാൻ യോഗ്യനായിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞു. പിതാവിൻ്റെ ഇഷ്ടം, ജനത്തിൻ്റെ ഇഷ്ടം രണ്ടും കൂടെ അവൻ നിറവേറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി മാറുകയാണ് യേശു. ഗബഥായിൽ നിന്ന് യേശു പടിയിറങ്ങുമ്പോൾ തന്നെക്കാൾ 3 ഇരട്ടി ഭാരമുള്ളതായിരിക്കുന്ന ക്രൂശെടുത്ത് തോളിലേക്ക് വെച്ചു കൊടുത്തു. അതുകൊണ്ട് നടക്കുകയാണ്. ഒരു കാട്ടുപാത, റബ്ബറൈസ്ഡ് റോഡൊന്നുമല്ലത്. പിന്നെ ആളുകൾ നടന്ന് പഴക്കം വന്ന ഇരുത്തം വന്ന റോഡൊന്നുമല്ല. ഉരുളൻകല്ലുകളും കുപ്പിച്ചില്ലുകളും മുള്ളുകളും ഒക്കെ വാരി നിറച്ചിട്ട് കുറ്റവാളിയെ കൊണ്ട് വല്ലപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ഒരു റോഡ്. 2 മൈൽ ദൂരമുള്ള ഒരു റോഡിലൂടെ വേണം ഈ കുരിശും കൊണ്ടുപോകാൻ. വീണ്ടും എഴുന്നേറ്റും അവശനായി വിവശനായി എൻ്റെ യേശു അവിടെ എത്തിച്ചേരുന്നു. എവിടെയാ? ഗോൽഗോഥായിൽ എത്തിച്ചേരുകയും. ഇതിനെയാണ് കുരിശിൻ്റെ വഴി എന്ന് പറയുക. കുരിശിൻ്റെ ഗബഥ മുതൽ ഗോൽഗോഥ വരെയുള്ള ദൂരത്തെയാണ് കുരിശിൻ്റെ പാത എന്നൊക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ?
ആ കുരിശിൻ്റെ പാത അവസാനിക്കുന്നത് ഗോൽഗോഥയിൽ. ആ ഗോൽഗോഥയിൽ ഈ ഏകപുരുഷൻ ആരാണെന്ന് പറയണം. നിന്ന് നിർത്തി പറയാൻ നേരമില്ല. ഗോൽഗോഥയിൽ ഈ ഏകപുരുഷൻ ആരാന്നറിയാമോ? ഈ ഗോൽഗോഥയിൽ ഏകപുരുഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൂടെ ക്രൂശിച്ചതായിരിക്കുന്ന കള്ളന്മാരുടെ വ്യത്യസ്തമായ വാചകങ്ങളെ പഠിച്ചാൽ മതി. ഒരു കള്ളൻ അവനെ ദുഷിക്കുകയായിരുന്നു. അതിന് വേണമെങ്കിൽ കുരിശിലെ അധിക്ഷേപം എന്ന പേര് കൊടുക്കാം. കുരിശുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ദൈവദാസന്മാരെ ശുപാർശ ചെയ്യുന്നു. കുരിശിൻ്റെ വചനം, കുരിശിലെ ദൈവശാസ്ത്രം, കുരിശിൻ്റെ വാഹനം. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. കുരിശിൻ്റെ വചനം, കുരിശിൻ്റെ വാഹനം, കുരിശുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ദൈവശാസ്ത്രം, കുരിശിൻ്റെ നിഴല്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പാഠങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ടത് പ്രസംഗിക്കണം. കുരിശിൻ്റെ വചനം എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ തന്നെയുണ്ട്. മനസ്സിലായില്ലേ? കുരിശിലെ അധിക്ഷേപമാണ് കള്ളന്മാർ ഒരു കള്ളൻ ചെയ്യുന്നത്. നീ ക്രിസ്തുവല്ലേ, നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെ രക്ഷിച്ച് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത വശത്ത് കിടന്ന കള്ളൻ, വലത്തോ ഇടത്തോ എന്ന് വേദപുസ്തകം പറയാത്തടത്തോളം അതിനെ ചൊല്ലി വാദം വേണ്ട. ഒരു വശത്ത് കിടന്ന കള്ളൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒറ്റ വാചകം. ഡോക്ടർ ലൂക്ക് മാത്രം രേഖപ്പെടുത്തുന്ന വാചകം ശ്രദ്ധേയമാണ്, ദൈവശാസ്ത്ര സമ്പുഷ്ടമാണ്. അങ്ങ് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ അടിയനെയും കൂടെ ഓർത്തുകൊള്ളണേ. 4 ദൈവശാസ്ത്രത്തിന്റെ വിചിന്തനങ്ങൾ അതിനകത്തുണ്ട്. ഗോൽഗോഥായിലെ ഏകപുരുഷൻ ആരാന്നറിയാമോ? പുനരുത്ഥാന നായകനാണ്, പുനരാഗമിക്കുന്നവനാണ്. പുനരാഗമിക്കുമ്പോൾ അവനിൽ വിശ്വസിച്ചവർക്ക് പുനരുദ്ധാനം കൊടുക്കുന്നവനാ. അങ്ങനെ ഒത്തിരി ചിന്തകളുണ്ട്. അവൻ രാജാവായ ഒരു പുരുഷനാണ്. അവൻ 4 വിശേഷ ചിന്തകൾ പഠിച്ചോണം. ഹൈസ്കൂളിന്റെ വരാന്തയെ പോലും നിന്നിട്ടില്ലാത്ത ഈ കള്ളൻ എങ്ങനെയാണോ ഇത്രയും വലിയ ദൈവശാസ്ത്രം കിട്ടിയെന്നറിയില്ല. ഹൈസ്കൂളിൽ പോയിട്ട് 10 കൊല്ലം പഠിച്ച പല പുള്ളികളും ദൈവം ഇല്ലെന്നും പറഞ്ഞ് പ്രബന്ധം എഴുതി കൊടുത്തിട്ട് പോരുകയാണ്. 10 വർഷം 15 വർഷം പഠിച്ചിട്ട് മരണാനന്തര ജീവിതം ഇല്ലെന്ന് പ്രബന്ധം എഴുതി കൊടുത്ത് അവസാനം സെനറ്റിന് അത് സമ്മതിക്കേണ്ടി വന്ന പുള്ളികൾ എൻ്റെ കൂട്ടുകാരന്മാരായിട്ടുണ്ട്. മനസ്സിലായോ? ദൈവം 3 ആണ് എന്നും പറഞ്ഞ് പ്രബന്ധം എഴുതി കൊടുത്തവന് A+ കിട്ടിയിട്ടുള്ള സംഭവം എനിക്കറിയാം. മനസ്സിലായില്ലേ? പക്ഷെ ഹൈസ്കൂളിൽ പഠിച്ചിട്ട് ഇങ്ങനെ വഴിതിരിഞ്ഞു പോയ ഒത്തിരി ആളുകളുണ്ട്. മഴ നനഞ്ഞപ്പോൾ പോലും, മഴ വന്നപ്പോൾ പോലും ഒരു വിദ്യാലയത്തിൻ്റെ വരാന്തയിൽ പോയി നിന്നിട്ടില്ലാത്ത ഒരുവൻ, ആകപ്പാടെ നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ഒരുത്തൻ, അവൻ എങ്ങനെ ഇത് കിട്ടിയെന്ന് ഒരു തെളിവും ബൈബിളീകമായിട്ടില്ല. അവൻ പറയുന്ന ഒറ്റ വാചകത്തിന് മത്തായിയും മർക്കോസും യോഹന്നാനും രേഖപ്പെടുത്താത്തൊരു കാര്യം ഡോക്ടർ ലൂക്ക് രേഖപ്പെടുത്തുകയാണ്. അവൻ പറയുന്നു, അവിടുന്ന് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ അടിയനെയും കൂടെ എന്തോ ചെയ്യണേ? ഏക്കം വലിച്ചു കിടക്കുന്ന യേശുവിൻ്റെ മുഖത്ത് നോക്കി ഇവൻ രാജാവാണെന്ന് പറയാൻ എങ്ങനെ പറ്റുക? ഇവൻ മടങ്ങി വരുമെന്ന് പറയാൻ എങ്ങനെ പറ്റുക? അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിശദീകരിച്ച് പഠിക്കണം. 1, അവൻ സമർത്ഥിക്കുന്നത് ഈ കിടക്കുന്നവൻ രാജാവാണ്, യേശുവിൻ്റെ രാജത്വം. 2, മടങ്ങി വരുമെന്ന് പറയണമെങ്കിൽ ആ മടങ്ങി വരവിന് മുമ്പ് ഇവൻ പുനരുദ്ധാനം പ്രാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുനരുദ്ധാനം പ്രാപിക്കാതെ യേശു മടങ്ങി വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 1, യേശുവിൻ്റെ രാജത്വം, 2, യേശുവിൻ്റെ പുനരുദ്ധാനം, 3, യേശുവിൻ്റെ പുനരാഗമനം. വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണേന്ന് പറഞ്ഞാൽ യേശു മടങ്ങി വരുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാനമുണ്ട്, അന്ന് എന്നെയും കൂടെ കൊണ്ടുപോകണേ എന്ന്. മനസ്സിലായോ? 4 കാര്യം നിങ്ങൾക്ക് കിട്ടിയോ? അതാണ് ഗോൽഗോഥായിലെ ഏകപുരുഷന്റെ പ്രത്യേകത. 1, അവൻ രാജാവാണ്. 2, പുനരുദ്ധാനം നായകനാണ്. 3, അവൻ പുനരാഗമനം ചെയ്യുന്നവന്. 4, മറ്റുള്ളവരെ പുനരുദ്ധാനത്തിലേക്ക് നയിക്കുന്നവനാണ്. ഈ 4 കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞവനോട് കർത്താവ് പറയുക, എന്നാ പിന്നെ ഞാൻ വരുന്നിടം വരെ നീ നോക്കിയിരിക്കണ്ട, ഇപ്പൊ തന്നെ കയറിക്കോ പർദീസായിലേക്ക്. ആത്മീക വചനത്തിന്റെ വെളിപ്പാട് കിട്ടിയവനെ കർത്താവിന് വേണമെന്ന്. ആത്മീക ദർശനം അകത്ത് കിട്ടിയവനെ കർത്താവ് പിന്നത്തേതിലേക്ക് മാറ്റിവെക്കുന്നില്ല. അവനെ കർത്താവ് ചിലത് ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ വീണ് കിടന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ചിലത് ലഭിക്കപ്പെടാനിടയാകും. ക്രിസ്തുവുമായിട്ടൊരു ഏകാഗ്രതയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ മറ്റാർക്കും കൊടുക്കാത്ത ചില വെളിപ്പാട് നിനക്ക് തരാനിടയാകും. ആ വെളിപ്പാടുമായി ദൈവം നിന്നെ ഉപയോഗിക്കാനിടയാകും. തീർന്നുപോയെന്ന് കരുതണ്ട ശുശ്രൂഷ, അന്യം വന്നുപോയെന്ന് കരുതണ്ട. ഇനി എനിക്ക് പഴയതുപോലെ ആകാൻ പറ്റില്ലെന്ന് പറയേണ്ടതില്ല. ഈ സെൻട്രൽ കൺവെൻഷനിൽ ഞാൻ ആത്മീക ദൂത് പറയാം, ഇതുവരെ ചെയ്തതിനേക്കാൾ മെച്ചമായ പ്രസംഗം ഇനി ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ചെയ്തതിനേക്കാൾ മെച്ചമായി ശുശ്രൂഷ, ഇതുവരെ നിങ്ങളുടെ ജനം കേട്ടിട്ടുള്ളതിനേക്കാൾ മെച്ചമായി ഇനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ പ്രാർത്ഥിച്ച് വിടുതൽ അനുഭവിച്ചതിനേക്കാൾ മെച്ചമായി ഇനി ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഗോൽഗോഥായിൽ യേശുവിനെ 4 മനോഹരമായ അനുഭവമാണ്. ആ പുരുഷനുമായിട്ടാണ് നമ്മൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി അവനോടുള്ള ഏകാഗ്രത നിരത്തി പറയാൻ നേരമില്ല, ഞാനതിനെ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കർത്താവുമായിട്ട് നമുക്ക് ഏകാഗ്രത വേണമെന്ന് പറയുക, അതാണ് ഏകപുരുഷനോടുള്ള ഏകാഗ്രത. യേശുവെന്ന ഈ മഹത്വപൂർണമായ വ്യക്തിപ്രഭാവത്തോട് ഇത്ര ഔന്നത്യമുള്ള, ഇത്ര ഉത്തുംഗ പ്രതാപമുള്ള കർത്താവുമായിട്ട് എങ്ങനെ ഏകാഗ്രതയിലാകാൻ പറ്റും? ഞാൻ 1, 2, 3, 4 പോയിന്റുകൾ മാത്രം തരാം. ദൈവദാസന്മാർ, വേദവിദ്യാർത്ഥികൾ, ദൈവമക്കൾ അതിനെ വിശാലമാക്കണം. 1,
ക്രിസ്തുവുമായി ഏകാഗ്രതയിലാകണമെങ്കിൽ ഒന്നാമത് വേണ്ടുന്നത് ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരാകണം നമ്മൾ. ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എന്ന പോലെ എപ്പോഴും, അല്ലെങ്കിൽ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എന്തോ ചെയ്യണം? വസിക്കണമെന്നല്ല, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വെളിപ്പെടണം. കണ്ടില്ലേ? അത് എപ്പോഴും എന്ന പോലെ ഇപ്പോഴും. എവിടെ വാക്യം? ഫിലിപ്പിയ ലേഖനം 1:10 വാക്യമാണ്. ക്രിസ്തുവിനോട് ഏകാഗ്രതയിലാകണമെന്നുണ്ടെങ്കിൽ ഫിലിപ്പിയർ 1:20 നമ്മൾ വന്നേ പറ്റുള്ളൂ. ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യത്തോടെ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പ്രദർശിപ്പിക്കുക, നമ്മിലൂടെ പ്രദർശിപ്പിക്കുക. നമ്മളെ കാണുന്നവരുടെ മുമ്പിൽ നമ്മൾ വെറും പാപ്പച്ചനും കറിയാച്ചനും അന്നമ്മയും ചിന്നമ്മയും ശോശാമ്മയും മേഴ്സി എബി മാത്യുവും ഒന്നും ആകരുത്. നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. എത്ര കൊല്ലം ജീവിച്ചാലും നമ്മിലെ ആ പരുക്കൻ മനുഷ്യനെ മാത്രമേ നാട്ടുകാരും വീട്ടുകാരും സമൂഹവും കണ്ടുള്ളെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ വന്നില്ല. നമ്മിലൂടെ യേശുവിനെ കാണാൻ ജനത്തിന് കഴിയണം. നമ്മുടെ സൗമ്യത, ശാന്തത, ശാലീനത, വിധേയത്വം, വിനയം, ത്യാഗ മനോഭാവം, നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന വിശുദ്ധി, വിശ്വസ്തത, ഇതെല്ലാം യേശുവിലുള്ളതുപോലെ നമ്മിലൂടെ വെളിപ്പെടാൻ കഴിയുമ്പോഴാണ് യേശുവുമായിട്ടുള്ള ഏകാഗ്രത നമുക്ക് പൂർണ്ണമാകുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഞാൻ പറയുന്നത് ദൈവശാസ്ത്രമാണ്. കുറെ ക്രൈസ്തവ ഗാനങ്ങൾ അറിയാം, കുറെ അന്യഭാഷ അറിയാം, കുറെ സങ്കീർത്തനങ്ങൾ കാണാതെ അറിയാം, അത്യാവശ്യം പ്രസംഗിക്കാനും പ്രബോധിപ്പിക്കാനും സാക്ഷ്യപ്പെടുത്താനും അറിയാം, അത്യാവശ്യം കവലിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സുവിശേഷം പറയാൻ അറിയാം. അത് മാത്രം പോരാ. ആര് നമ്മളെ കാണുന്നോ അവർ നമ്മിലൂടെ യേശുവിനെ കാണണം. അത് എപ്പോഴും എന്ന പോലെ ഇപ്പോഴും, ഏത് പ്രായത്തിലും, ഏത് കാലത്തിലും, ഏത് ദേശത്തും, എവിടെയും യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് അവനുമായിട്ടുള്ള ഏകാഗ്രത. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജീവിതത്തിൽ പല റോളുകളുണ്ട് നമുക്ക് കേട്ടോ. റോളുകൾ പലതാണ്, ഒറ്റ റോളല്ല നമുക്ക്, ഒട്ടനവധി റോളുകളുണ്ട്. താങ്കൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അമ്മയാണ്, അമ്മാവി അമ്മയാണ്, അനിയത്തിയ, ചേട്ടത്തിയ, നാത്തൂന്, അയൽവാസിയ, ആൻറ്റിയ. താങ്കളൊരു അപ്പൻ എന്ന നിലയിൽ ഒരു റോളുണ്ട്. ആ അപ്പൻ തന്നെ അമ്മാവിയപ്പനാണ്, ആ അപ്പൻ തന്നെ അളിയന്, ആരുടെ അനിയന്, ആരുടെ ചേട്ടന്, കുറെ കുഞ്ഞുങ്ങളുടെ അപ്പന്. കണ്ടോ? ഒരപ്പൻ്റെ അമ്മയുടെയും മകനാണ്, വേറൊപ്പൻ്റെ അമ്മയുടെ മരുമകന്. കണ്ടോ? റോള് മാറി വരുന്ന കണ്ടോ? ഈ റോളിലെല്ലാം യേശു വെളിപ്പെടാനിടയാകണം. അതാണ് അവനോട് ഏകാഗ്രതയുള്ളത്. ഒരു ഭർത്താവാണ് താങ്കൾ, ഒരു ഭാര്യയാണ് താങ്കൾ. ഈ ഭാര്യാപദത്തിലും ഭർത്തൃപദത്തിലും യേശു വെളിപ്പെടാനിടയാകണം. അതാണ് ഫിലിപ്പിയ ലേഖനം 1:10. ക്രിസ്തു വിജ്ഞാനീയമാണ് ഞാൻ പറയുന്നത്. ബോധ്യമാകുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ടാമത്തെ സംഗതി എന്താ? ക്രിസ്തുവിനോട് ഏകാഗ്രത വേണമെങ്കിൽ രണ്ടാമത് വേണ്ടുന്ന വാക്യം കുറിച്ചോണം വിവരണം അധികമാകുന്നില്ല. വിവരണം അധികമാകാൻ സമയമില്ലല്ലോ. വേദോസം കൊണ്ടുവരാത്തവരും വാച്ചും കെട്ടി വന്നിട്ടുണ്ട്. കൂടെ കൂടെ അവർ നോക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വേദോസം കയ്യിലില്ല, പക്ഷേ വാച്ചുണ്ട് കയ്യിൽ. കൂടെ കൂടെ നോക്കുന്നുള്ളത് കൊണ്ട് എനിക്കധികം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ എല്ലാം വാച്ച് തെറ്റാ, എൻ്റെ വാച്ച് മാത്രമേ ശരിയുള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? പാമ്പാക്കൂടെ സെൻറ്ററുകാർ സമ്മതിക്കത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ. ദേ ശ്രദ്ധിച്ച് കേട്ടെ, ഈ വാക്യം മറന്നു പോകരുത് ഒരിക്കലും. ഫിലിപ്പിയർ 2:5 വാക്യമാണ്. ക്രിസ്തുവിനോട് ഏകാഗ്രത ഉള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം ക്രിസ്തുവുമായിട്ട് ക്രിസ്തുവിന്റെ ഭാവത്തിലാകുക എന്നതാണ്. The same attitude which was in Christ Jesus. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി മാറുക. ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ ഭാവം അതിശക്തമായ ഒരു വിഷയമാണ്. നിന്ന് പഠിപ്പിക്കണം അതിനെ. ക്രിസ്തുവിന്റെ ഭാവം ഒറ്റ വാക്കുകൊണ്ടൊന്ന് പൂരിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഫിലിപ്പിയർ 2:5. ക്രിസ്തുവിന് പാപത്തോട് എന്തായിരുന്നു ഭാവം? ക്രിസ്തുവിന് സ്ത്രീകളോട് എന്തായിരുന്നു ഭാവം? ക്രിസ്തുവിന് കുഞ്ഞുങ്ങളോട് എന്തായിരുന്നു ഭാവം? ക്രിസ്തുവിന് പുരുഷന്മാരോട് എന്തായിരുന്നു ഭാവം? ക്രിസ്തുവിന് അധികാരികളോട് എന്തായിരുന്നു ഭാവം? ക്രിസ്തുവിന് സാധാരണക്കാരോട് എന്തായിരുന്നു ഭാവം? കണ്ടോ? ഇതെല്ലാം അന്വേഷിക്കണം. സമൂഹത്തിൽ തള്ളപ്പെട്ടു പോയ നിരാശ്രയരും നിരാലംബരും നിസ്സഹായരുമായിരുന്നവരോട് യേശുവിൻ്റെ ഭാവം എന്തായിരുന്നു? ഇതേ ഭാവത്തിലേക്ക് നമ്മൾ വന്നേ പറ്റുകയുള്ളൂ. യേശുവിൻ്റെ കൂടെ ഒത്തു നടന്നിരുന്ന ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു. അറിയാമോ? യേശുവിൻ്റെ കൂടെ നടന്ന സ്ത്രീകളൊക്കെ സൗന്ദര്യധാമങ്ങളായിരുന്നു. മഗ്ദലമറി എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കാണ്. പക്ഷെ ഇവൻ ചെയ്ത കുറ്റം എന്തെന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിയും എൻ്റെ യേശുവിനെയും ഒരു സ്ത്രീയെയും ചേർത്തൊരു വാക്ക് പോലും പറയുന്നില്ല. ഉന്നത നേതാക്കന്മാരും അവരെയും ഇവരെയും ഒക്കെ അവരുടെ ധാർമ്മിക അധപ്പതനത്തിൻ്റെ ഏർപ്പാടുകൾ, അവതാര പുരുഷന്മാരടക്കം പലരുടെയും ധാർമ്മിക അധപ്പതനത്തെ മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി, ജനയുഗം, തനിനിറം, ദീപിക അടക്കമുള്ള സകല പത്രങ്ങളിലും നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസ് പലരുടെയും ധാർമ്മിക അധപ്പതനത്തെ അതുവഴി പോയ കണ്ടു, ഇതുവഴി പോയ കണ്ടു, അങ്ങനെ ഒരു ബന്ധമുണ്ട്,
കൊണ്ട് ഇങ്ങനൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരെയും അധിക്ഷേപിക്കുന്നു. അതിനകത്ത് കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇത്രയും കൊല്ലമായും എൻ്റെ യേശുവിനെ കുറിച്ച് ധാർമ്മികത പതനത്തിൻ്റെ ഒരു ഏർപ്പാടില്ല. അത് തന്നെയാണ് യേശുവിനെ പ്രസംഗിക്കാൻ, അവനെ പാടാൻ നമുക്കുള്ള ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. അത് ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ഭാവം എന്തായിരുന്നു? പണത്തോടുള്ള യേശുവിന്റെ ഭാവം എന്തായിരുന്നു? അധികാരത്തോടുള്ള യേശുവിന്റെ ഭാവം എന്തായിരുന്നു? ഈ ഭാവം പഠിക്കണം നമ്മൾ. ഈ ഭാവവുമായി ബന്ധമുണ്ടോ നമുക്ക്? പ്രൈസല്ലോ. ക്രിസ്തുവെന്ന ഏകപുരുഷനോട് നമ്മൾ ഏകാഗ്രതയുള്ളവരാകണമെങ്കിൽ എന്തോ വേണമെന്നാ പറഞ്ഞേ? യേശുവിന്റെ ഭാവം. ഫിലിപ്പിയർ 2:5. തീർന്നില്ല, അടുത്ത മറ്റൊരു വാക്യം കൂടെ, മറ്റൊരു ചിന്ത കൂടെ ഞാൻ തരാം. ക്രിസ്തു തന്നെ ലക്ഷ്യമാകണം. ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവാകണം. അധികാരം വേണമെന്നോ, സ്വന്തം തണ്ടപ്പേരിൽ തീരാധാരം എഴുതി കിട്ടിയ കുറെ ഭൂമികയും കൂടെ വേണമെന്നോ, കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടി എന്നിവ കൊണ്ട് എനിക്ക് ഒന്നുകൂടെ എന്തെങ്കിലുമൊക്കെ പടുത്തുയർത്തണമെന്നോ ഉള്ളതല്ല ലക്ഷ്യം. ക്രിസ്തു തന്നെ ലക്ഷ്യമാകണം. ഫിലിപ്പിയർ 1:21 വാക്യം. ജീവിക്കുന്നത്, ബാക്കി പറ, ക്രിസ്തുവും. മരിക്കുന്നത്, ജീവിക്കുന്നത് ക്രിസ്തുവാകണം. അപ്പൊ ജീവിക്കുന്ന ആർക്ക് വേണ്ടി ജീവിക്കണം? ക്രിസ്തുവിന് വേണ്ടി. ചെലവാക്കുന്ന ആർക്ക് വേണ്ടി ചെലവാക്കണം? ക്രിസ്തുവിന് വേണ്ടി. ചാകുന്നെങ്കിൽ ആർക്ക് വേണ്ടി ചാകണം? ക്രിസ്തുവിന് വേണ്ടി ചാകണം. ആ ലക്ഷ്യത്തിൽ ഊന്നിയുള്ള ജീവിതമാണ് യേശുവിനോടുള്ള ഏകാഗ്രത. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തന്നെ അതിനെ പ്രസംഗമാക്കിയാൽ മതി. മറ്റൊരു ചിന്ത കൂടെ ഞാൻ തരാം. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയ്ക്ക് നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ സംഗതി ക്രിസ്തുവിന് വേണ്ടിയുള്ള സമർപ്പണമാണ്. മരിക്കേണ്ട വന്നാലും ക്രിസ്തുവിന് വേണ്ടിയുള്ള സമർപ്പണമാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു വാക്യമാണ് ഗലാത്യലേഖനം 2:20. ഞാനല്ല ഇനി ജീവിക്കുന്നത്. ആരാ ജീവിക്കുന്നത്? ക്രിസ്തുവാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം ഇതാ, ഞാൻ അവനോടുകൂടെ എന്തോ ചെയ്തിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ. അതാണ് ഏകാഗ്രതയുടെ ശക്തമായ തെളിവ്. ഒരാൾക്ക് ക്രിസ്തുവിനോട് ഏകാഗ്രത ഉണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി എന്തോ ചെയ്തേ പറ്റൂ? ക്രൂശിക്കപ്പെട്ടേ പറ്റൂ. ക്രിസ്തുവിനോട് ചേർത്ത് ക്രൂശിക്കപ്പെട്ടേ പറ്റൂ. എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ മനസ്സ്, എൻ്റെ മനസാക്ഷി, എൻ്റെ ഇന്ദ്രിയ വ്യവസ്ഥിതികൾ, ഞാൻ കാണുന്നത്, കേൾക്കുന്നത്, തൊടുന്നത്, പിടിക്കുന്നത്, എടുക്കുന്നത്, മുട്ടുന്നത്, ഉരുമുന്നതൊന്നും യേശു അറിയാതെയല്ല. ആ വിചാരത്തോടുകൂടെ ജീവിതത്തെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് ഏകാഗ്രതയുള്ളവൻ. ഞാൻ പറയുന്നത് ബോധ്യമാകുന്നുണ്ടോ? മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത് സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ട് എൻ്റെ വലത്തും ഇടത്തുമുള്ള അഭിഷക്ത ദൈവദാസന്മാർ, മുൻപിലുള്ള അഭിഷക്ത ദൈവദാസന്മാരോട് ഞാനൊരു ചിന്ത അവർക്ക് വേണ്ടി പറയാം. ക്രിസ്തുവിനോട് ഏകാഗ്രതയുള്ള ഒരു ശുശ്രൂഷകനാണ് താങ്കളെങ്കിൽ താങ്കളുടെ സന്ദേശം ക്രിസ്തു മാത്രമാകണം. എവിടെയാണ് വാക്യം? ക്രിസ്തു മാത്രം സന്ദേശമാകണം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ. ചിലരുടെ പ്രസംഗമൊക്കെ കേട്ടാൽ ക്രിസ്തു മാത്രമില്ല, ഏലിയാവ്, ഗോല്യാത്ത്, ദാവീദ് അടക്കമുള്ള വമ്പൻ താരങ്ങളെല്ലാം നിരന്ന് നിൽക്കുക. 1.5 മണിക്കൂർ പ്രസംഗിച്ചാൽ യേശു എന്നൊരു വാക്ക് വരുന്നില്ല. യേശുവുമായിട്ട് ഏകാഗ്രത ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആട്ടുകല്ലെടുത്ത് കസേര വെച്ച പോലെ ഒറ്റ ഇരിപ്പിരിക്കത്തേ ഉള്ള വിശ്വാസി. പക്ഷേ ഗോല്യാത്തിനെ ഇറക്കി വിട്ടാൽ നമുക്ക് തന്നെ ഒരാഡംബരം വന്നറിയാം. നമ്മളെ പിടിക്കാൻ പിന്നെ 16 പേര് വേണം. ഏലിയാവിന്റെ കയ്യിലൊരിക്കൽ ഒരു വാളും കൊടുത്തു വിട്ട് കീശോൻ തോട് വരെ അവനെ ഇട്ട് ഓടിക്കാമെങ്കിൽ നമുക്കങ്ങ് ഭയങ്കര ആവേശമാണ്. പ്രിയമുള്ളവരെ, ഏലിയാവിന്റെ കയ്യിൽ കൊടുത്ത വാൾ നിന്റെ കയ്യിലേക്ക് ദൈവം ഇന്ന് പിടിപ്പിക്കുകയാണ്. നീ വെട്ടാൻ തുടങ്ങുകയാണ്. 8 അല്ല 850 എണ്ണത്തെ നീ തട്ടുമെന്ന് പറയുമ്പോൾ പെരുവരൽ മുതൽ ഉച്ചന്തല വരെ കയറി വരുന്നൊരു തരിപ്പും ഒരു ഗ്ലോറിയും ഒരു അന്യഭാഷയുടെ ഇടപാടും ഒക്കെ ഉണ്ട്. യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കോട്ടുമായിട്ട് കാണിക്കുന്നല്ലാതെ ഒരു സ്വോത്രം പറയത്തില്ല. അതുകൊണ്ട് തന്നെ ആ പ്രസംഗകർ പലരും യേശുവിനെ വിട്ടിട്ട് ഏലിയാവിന്റെ പുറകെ പോകുന്നത്. യേശുവുമായിട്ട് ഏകാഗ്രതയുള്ളവന്റെ പ്രസംഗം യേശു മാത്രമാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. എനിക്കറിയാം യഹൂദീയമായ പ്രമാണങ്ങൾ, എനിക്കറിയാം ആചാരങ്ങൾ, എനിക്കറിയാം ലേവ്യ യാഗങ്ങൾ, എനിക്കറിയാം ലേവ്യ പെരുന്നാളുകൾ. വേണമെങ്കിൽ എനിക്കത് പ്രസംഗിക്കാം. ഗലാത്യ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും അത് മാത്രം എഴുതി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ മുഴുവനും ക്രിസ്തുവിന്റെ മഹത്വം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ പറയുന്നു, ക്രിസ്തുവിനോട് ഏകാഗ്രതയുള്ളവന്റെ പ്രസംഗം യേശു മാത്രമായിരിക്കണം. ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഒരു ചിന്ത കൂടെ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടി അവസാനിപ്പിക്കാനല്ല. സ്തോത്രം. ക്രിസ്തുവിനോട് ഏകാഗ്രതയുള്ളവന്റെ അടുത്ത ഒരു ചിന്ത ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പറയും. ഈ സെൻട്രൽ കൺവെൻഷൻ ഒക്കെ പ്രസംഗിക്കാൻ എന്നെ പാടാന്നറിയാം.
നാട്ടുകാരോട് പറയണം, വിശ്വാസികളോട് പറയണം, ശുശ്രൂഷകന്മാരോട് പറയണം, പിന്നെ മൊത്തത്തിൽ പൊതുവായി പറയണം. അങ്ങനെ ഒത്തിരി സംഗതിയാണ്. ഒരു ജൗളിക്കട കയറിയ തോർത്ത് വേണം, കൈലി വേണം, നൈറ്റി വേണം എന്നൊക്കെ പറഞ്ഞു, എല്ലാം വേണം. ഒരെണ്ണമായിട്ട് മാത്രം മെൻസ് വെയർ എന്ന് മാത്രമുള്ളൊരു ഇടപാടില്ലല്ലോ. സെൻട്രൽ കൺവെൻഷൻ ഇതെല്ലാം വേണമെന്നുള്ളത് കൊണ്ട് ശുശ്രൂഷകന്മാരോട് ഞാൻ പറയുക, എല്ലാവരോടും പറയുക, ദേ കേട്ടോണം, യേശുവുമായിട്ട് അഭേദ്യബന്ധമുള്ള, യേശുവുമായിട്ട് ആന്തരിക രമ്യതയുണ്ട് ഒരു ശുശ്രൂഷകനാണ് താങ്കളെങ്കിൽ താങ്കൾ ക്രിസ്തുവിന് പകരമാകണം. 2 കൊരിന്ത്യർ ലേഖനം 5:20 വാക്യത്തിൽ പറയുന്നു. ഭയം തോന്നുന്നു എനിക്ക് ആ വാക്യം. അകത്തൊരു പടച്ചിലുള്ളത് പറയുമ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന് പകരം അപേക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. മറന്നു പോകരുത്. ആര് പറയണമായിരുന്നു ഇത്? ക്രിസ്തു പറയണമായിരുന്നു. ആ ക്രിസ്തുവിന് പകരം ആര് പറയണം? നമ്മൾ പറയണം. പാമ്പാക്കുട കൺവെൻഷനെ പ്രസംഗിക്കേണ്ടിയിരുന്ന ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിന് പകരമാണ് റജി ശാസ്താംകോട്ട ഇന്നലെ വന്ന് പ്രസംഗിച്ചത്. ഇന്ന് യേശു പ്രസംഗിക്കണമായിരുന്നു. യേശുവിന് പകരം എബി എബ്രഹാം പ്രസംഗിക്കുന്നു. നാളെ യേശുവിന് പകരം വേറൊരാൾ പ്രസംഗിക്കുന്നു. യേശു പാടേണ്ടത് അതിന് പകരം നമ്മുടെ കൊയർ പാടുന്നു. യേശു ലീഡ് ചെയ്യേണ്ടത് അതിന് പകരം വേറൊരാൾ ലീഡ് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നതൊക്കെ യേശുവിന് പകരമാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് അതിന്റെ അന്തസ്സും അതിന്റെ അഭിമാനവും സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഏകപുരുഷനോട് നമ്മൾ ഏകാഗ്രതയിലായി. എത്ര പേർക്ക് ബോധ്യമായി? അവസാനം പൊതുവായി ഒരു ചിന്ത കൂടെ പറഞ്ഞ് നിർത്തട്ടെ. ഏകപുരുഷനുമായി ഏകാഗ്രതയിലാണ് താങ്കളെങ്കിൽ അവന്റെ നിർമ്മല കന്യകയായി പരിണമിക്കണം. ഞാൻ വായിച്ച കുറിവാക്യത്തിൽ കൊണ്ട് നിർത്തുകയാണ്. ഞാൻ വായിച്ച കുറിവാക്യം ഇതാണ്: നിർമ്മല കന്യകയാകണം. കന്യകയായ പോരാ, പിന്നെ ആരാകണം? നിർമ്മല കന്യകയാകണം. മഹാപുരോഹിതന് കന്യകയെ മതി എന്നാണ് ലേവ്യ 21-ാം അധ്യായം. ലേവി കന്യകയെ വിവാഹം കഴിക്കണം മഹാപുരോഹിതൻ. പക്ഷെ നമ്മളുമായി വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി മഹാപുരോഹിതനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനാ. പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേറിട്ടവൻ, ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവനെ കന്യകയെ പോരാ, പിന്നെ ആരെ വേണം? നിർമ്മല കന്യക. യേശുവെന്ന ഏകപുരുഷനുമായി നിർമ്മല കന്യകയെ ഏകാഗ്രത ഉണ്ടെങ്കിൽ നമ്മൾ നിർമ്മല കന്യകയായി നിന്ന് കൊടുക്കണം. വരാറായി കർത്താവിൻ്റെ പ്രത്യക്ഷത. അവന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമവും ഏറ്റവും അടുത്തിരിക്കുന്നു. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് കൊയർ സജ്ജമാകുന്നു. ഈ